ഇന്ന് 127 സങ്കീർത്തനമാണ് വായിച്ചു കിട്ടുന്നത്. 127 സങ്കീർത്തനവും 128 സങ്കീർത്തനവും കുടുംബത്തെക്കുറിച്ചുള്ളത്. അപ്പോൾ ഈ 2 ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചൊന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ദൈവം എങ്ങനെയാണ് തരുന്നതെന്ന് എനിക്കറിയാൻ മേല. നമുക്കെങ്കിലും പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് എഴുന്നേൽക്കാം. എന്നിട്ട് പിള്ളേരോട് ആദ്യം പറഞ്ഞ പാട്ട് വേറെയാണ്, പക്ഷെ എനിക്കിപ്പോൾ ഈ പാട്ടിൻ്റെ ഈരടികളാണ് എന്ന് പാടാൻ തോന്നുന്നത്. കണ്ണുകളടച്ച് ഈ സിയോൻ യാത്രയിൽ എൻ്റെ യേശു പിതാവിൻ്റെ വലതുവശത്ത് എനിക്ക് വേണ്ടി നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഭയപ്പെടാനൊന്നുമില്ല. കണ്ണുകളടച്ച് എൻ്റെ ഈ സിയോൻ യാത്രയിൽ എൻ്റെ കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി വാദിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ആരെല്ലാം എന്നെ എറിഞ്ഞാലും, എൻ്റെ ചുറ്റുപാടുകളിൽ ആരെല്ലാം എന്നെ എറിഞ്ഞാലും, എവിടെയെല്ലാം ഞാൻ ഒറ്റപ്പെട്ടു പോയാലും, പരിഹാസത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും ഏറുകൾ കൊണ്ട് ഞാൻ മുറിവേറ്റാലും, സ്വർഗത്തിലേക്ക് നോക്കി എൻ്റെ ആത്മാവിൽ കറപിരളാതെ കാത്തുകൊള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാണപ്രിയൻ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും. എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഉണ്ടെന്ന് യോബിൻ്റെ പ്രാർത്ഥനയോട് കൂടെ നിന്ന് പ്രാർത്ഥിക്കുക. ആദ്യത്തെ വരികൾ, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനെയും, അവനവൻ്റെ മനസ്സിനോട് പറയുന്ന ശക്തമായ ഒരു പ്രാർത്ഥന. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, എല്ലാവരും ഉറക്കെ പ്രാർത്ഥിച്ചേ. ഇസ്ഹാക്കിൻ വിശ്വാസത്തോടെ ഈ പാട്ടുപാടി ആരാധിക്കുക. യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ പരിശുദ്ധാത്മാവേ വ്യാപരിച്ചൊഴുകണമേ. ഒരിക്കൽ കൂടി സിയോൻ യാത്രയതിൽ, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒരിക്കൽ കൂടി സിയോൻ യാത്രയതിൽ, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും ഒന്നിനെക്കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. നല്ല വിശ്വാസത്തോടെ സകല ആകുലതകളെയും കളഞ്ഞുകൊണ്ട്, എന്നെ ആകുലപ്പെടുത്തുന്ന സകല അനുഭവങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്കാകുല ചിന്തയില്ല. ജീവൻ വന്നുതന്നവൻ, ജീവമല്ലാതെന്നവൻ എന്നും ജീവമായി പാലിക്കും. എന്റെ എല്ലാ ഞെരുക്കങ്ങളുടെ നടുവിലും ജീവൻ തന്ന കർത്താവ്, ജീവമല്ലാതെന്നവൻ എന്നും ജീവമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, അബ്രഹാമിൻ ദൈവം, ആമേൻ. ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒരിക്കൽ കൂടെ വിശ്വാസത്തോടെ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. കരുണവാനായ കർത്താവേ, ഞങ്ങളുടെ ഈ സിയോൻ യാത്രയിൽ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. വിവിധങ്ങളായ കല്ലുകൾ കൊണ്ട് ഉപകാരം ചെയ്ത മനുഷ്യന് പോലും എറിഞ്ഞപ്പോൾ മുറിവുകളിലേക്ക് നോക്കാതെ, മുറിപ്പെടുത്തിയവരിലേക്ക് നോക്കാതെ, മുറിപ്പെടുത്തിയ അനുഭവങ്ങളിലേക്കും കല്ലുകളിലേക്കും നോക്കാതെ പിതാവിലേക്ക് നോക്കിയ
സ്തേഫാനോസിന്റെ മധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ ആലയത്തിൽ ഏതെങ്കിലും മക്കൾ പരിഹാസത്തിൻ്റെ, അവഗണനയുടെ, ഒറ്റപ്പെടുത്തലിൻ്റെ, കുറ്റപ്പെടുത്തലിൻ്റെ, നിന്ദനത്തിൻ്റെ കല്ലുകളാൽ ഏറുകൊണ്ട് മുറിഞ്ഞിരിക്കുകയാണെങ്കിൽ അവരുടെ മുറിവുകളിലേക്ക് കാൽവറിയിലെ മുറിവൊഴുകി സുഖപ്പെടുത്തണമേ. അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. തങ്കച്ചോരയിൽ കഴുകണമേ. പിതാവിൻ്റെ സന്നദ്ധിയിൽ കണ്ണുനീരോടെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി അങ്ങ് എഴുന്നേൽക്കണമേ. സ്തേഫാനോസ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നെങ്കിൽ ഇന്ന് ഈ പരിശുദ്ധാലയത്തിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിന്റെ മുമ്പിൽ സ്വർഗം തുറക്കണമേ. അവനവന്റെ ജീവിതത്തിന്റെ മുകളിൽ സ്വർഗം തുറക്കാൻ പ്രാർത്ഥിക്കുക. ദൈവം എൻ്റെ അന്തരംഗത്തിൽ ഇങ്ങനെ തോന്നിപ്പിക്കുന്നു, കുഞ്ഞേ, നിന്റെ ജീവിതത്തിന്റെ ഭാരങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ ഇതാ ക്രിസ്തു പിതാവിന്റെ സന്നദ്ധിയിൽ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ആ കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്റെ വേദനകളെ സമർപ്പിക്കുക. ഒന്നും കൂടെ എൻ്റെ അന്തരംഗം എന്നോട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് വലിയ ദർശനം കിട്ടി പറയുന്നതൊന്നുമല്ല, പക്ഷെ എൻ്റെ മനസ്സെന്നോട് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ പ്രഘോഷിക്കുക. നിന്നെ എറിഞ്ഞ വ്യക്തിയെ നീ നോക്കരുതിപ്പോൾ. ഇതാ ഇതിനകത്ത് നിൽക്കുന്ന ഏതോ ചില വ്യക്തികളുടെ ഹൃദയങ്ങളിലേക്ക് മുറിപ്പെടുത്തിയ വ്യക്തികളെ കുറിച്ച്, മുറിപ്പെടുത്തിയ അനുഭവങ്ങളെ കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്നോട് മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നീ ആ മുറിപ്പെടുത്തിയ അനുഭവങ്ങളിലേക്ക് നോക്കാതെ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന യേശുവിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. നിന്റെ കരച്ചിലും കണ്ണുനീരും തുടയ്ക്കുവാൻ കർത്താവ് എഴുന്നള്ളുന്നുണ്ട്. ആ കർത്താവിനെ നോക്കി പ്രാർത്ഥിക്കുക. കർത്താവേ, കൃപ ചെയ്യണമേ. പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. നിന്ദയവും നിന്മോചനവും നിന്നറയിൽ നിന്നേകണമേ. കർത്താവിന്റെ ദയ, കർത്താവിന്റെ മോചനം നൽകണമേ. കർത്താവിന്റെ അടിയൻ സംസാരിക്കാൻ പോകുന്ന വിഷയം അടിയന്റെ ബുദ്ധിയും കഴിവുമുള്ളതിൽ വെച്ചിട്ടല്ല കർത്താവേ, എന്റെ അറിവിൽ നിന്നുകൊണ്ടായിരിക്കരുത് അപ്പാ. അങ്ങയുടെ കരുണയിലായിരിക്കാൻ എന്നെ എളുപ്പപ്പെടുത്തണമേ. സകല ഗന്ധയുടെയും അസൂയയുടെയും ദുരനുവികളെ മാറ്റി അങ്ങയുടെ തൃപ്പാദങ്ങളെ കെട്ടിപ്പിടിച്ച് അങ്ങയുടെ മക്കൾക്ക് ഈ വചനം വിളമ്പാൻ പാപിയായ എന്നെ വാഴ്ത്തണമേ. പരിശുദ്ധ അമ്മേ, എന്നോട് കരുണ തോന്നണമേ. അടിയൻ ദൈവമേ, തിരുവചനം വിതറുന്നത് ഈ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരാൻ പാപിയായ എന്നോട് കരുണ തോന്നണമേ. ഈ പാടുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ ആലയത്തിലേക്ക് അങ്ങ് പറന്നുകൊണ്ടിരിക്കുന്ന സകലവിധമായ ആത്മാവിനും അതിന്റെ നന്ദി പറയുന്നു. കർത്താവേ, ചില ഹൃദയങ്ങളിലേക്ക് ദൈവസ്നേഹം വ്യാപരിക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ചില ഹൃദയങ്ങളോട് ഒരുക്കുന്നതിന് നന്ദി പറയുന്നു. അവിശ്വാസത്തെ എല്ലാം മാറ്റിക്കളയണമേ. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കുടുംബത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ലളിതമായിട്ട് ചിന്തിക്കുന്നത്. നമുക്കറിയാം, കുടുംബം ഈ ഭൂമിയിൽ വളരെ പ്രധാനപ്പെട്ട 2 ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദൈവം സ്ഥാപിച്ചത്. ദൈവം സ്ഥാപിച്ച 2 ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒന്ന് കുടുംബം കർത്താവ് സ്ഥാപിച്ചതാണ്, പിതാവാൻ ദൈവം സ്ഥാപിച്ചതാണ്. ഏതെനിൽ സ്ഥാപിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം. രണ്ടാമത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് സഭ. അത് യേശു സ്ഥാപിച്ചതാണ് സഭ. പിശാചിന് ഏറ്റവും അസൂയുള്ളതും ഏറ്റവും വെറുപ്പുള്ളതും ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷനോടാണ്, സഭയോടും കുടുംബത്തോടും. അതുകൊണ്ട് സഭയിൽ എപ്പോഴും പിശാച് അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. അതുപോലെ തന്നെയാണ് കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകാൻ പിശാച് സമ്മതിക്കില്ല. അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ കുടുംബം ജീവിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. നിത്യതയെ ലക്ഷ്യമാക്കി പോകുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ
അതിൻ്റെ മേൽ പിശാച് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഇടും. എന്നാൽ പിശാചിന് ജയിക്കാൻ കഴിയില്ല. കാരണം പിശാചിനെ തോൽപ്പിച്ച യേശുവാണ് ആ കുടുംബത്തിൻ്റെ രക്ഷകൻ. പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ കൂടെ നിന്നുകൊണ്ട് കുടുംബത്തെ കൊണ്ടുപോകും. ഇനി ഞാനിങ്ങനെ ആദ്യം ഇങ്ങനെ ഒരു സന്ദേശം പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. ഈ പറയുന്നത്, ഈ സ്റ്റേറ്റ്മെന്റ് ഒരു ദൈവിക ദൂതായി സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു കൃപയാണ്. ഇപ്പം നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ പോലും പോകണ്ട, ലിവിങ് ടുഗദറായിട്ട് ജീവിക്കാം, അതിനൊരു അനുവാദമുണ്ട്. എന്നാൽ ഒരു ക്രിസ്ത്യാനി ഒരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ അവൻ അതിൻ്റെതായ കൂദാശ സ്വീകരിച്ച് കൂദാശ ജീവിതം നയിക്കണം. എല്ലാ ക്രിസ്ത്യാനികളെയും പിടിച്ച് കെട്ടിക്കില്ല. ഞാൻ ക്രിസ്ത്യാനിയാണ്, പള്ളിക്ക് വരിസയ്ക്ക് അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും സഭ ഈ കൂദാശ അവൻ്റെ മേൽ പകരില്ല. ഇത് ആർക്കാ കൊടുക്കുന്നറിയോ? ആർക്കാ കൊടുക്കുക? വിശുദ്ധിയുള്ളവർക്കേ കൊടുക്കത്തുള്ളൂ. ഒരു വിശുദ്ധിയുള്ള പുരുഷനും ഒരു വിശുദ്ധനായ പുരുഷനും വിശുദ്ധയായ സ്ത്രീയും ദൈവസന്നിധിയിൽ വന്ന് ഒരുക്കത്തോടെ വന്നാൽ അവർക്ക് മാത്രം പകരുന്നതാണ് വിവാഹം എന്ന കൂദാശ. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിർബന്ധമായി സഭ പറയുന്നത് വിവാഹത്തിന് മുമ്പ് ഏത് കൂദാശ സ്വീകരിക്കണം? കുമ്പസാരിച്ച മാത്രം പോരാ, കുമ്പസാരിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കണം. അങ്ങനെ യേശു ഉള്ള ഒരു പുരുഷനും സ്ത്രീക്കും മാത്രം കിട്ടുന്ന കൂദാശയാണിത്, വിവാഹം. അല്ലാണ്ട് ജീവിക്കാം, എങ്ങനെ ജീവിക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നിനക്ക് ക്രിസ്തീയ ജീവിതം നയിക്കണം. ഓക്കെ. കാരണം ഇത് കൃപയിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ക്രിസ്തീയ കുടുംബജീവിതം നയിക്കാൻ വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ സുറിയാനി സഭയിൽ കുടുംബജീവിതം നയിക്കാൻ വരുമ്പോൾ, ആ മണവാളിനെ മണവാട്ടി നിർത്തി ദൈവനാമത്തിൽ ഒരു പുരോഹിതൻ വിശുദ്ധ കുർബാനയിൽ അംശവസ്ത്രങ്ങൾ കിട്ടുന്ന എല്ലാ വസ്ത്രങ്ങളും ധരിച്ച് സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് ആ വലിയ ക്രമത്തിന്റെ അവസാന ഭാഗത്ത് സ്വർഗത്തിലേക്ക് നോക്കി ചോദിച്ചു പോകും, എന്തെന്നറിയോ? ഇവരുടെ ജീവിതം അനുഗ്രഹമാകുന്ന സ്വർഗീയ കിരീടം തരണമേ വാനീന്നുടയോൻ കയ്യാൽ. എന്ത് സുന്ദരമായ പാടാണ് അത്! തരണമേ എന്ന് പറഞ്ഞ് പുരോഹിതൻ വാങ്ങും. അപ്പോൾ മണവാളനും മണവാട്ടിയും കൈകൂപ്പി നിന്നുകൊണ്ട് ഇതാ ഈ ശിരസിന്മേൽ അത് വെക്കണമേ. ഏത് ശിരസാന്നറിയോ? പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾ അവരുടെ ചിന്താ മണ്ഡലങ്ങൾ, ആലോചനകൾ എല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് പുരോഹിതൻ വാങ്ങുന്ന കർത്തനാൽ ഘോഷിച്ചിറങ്ങും കൗതുകമേറും കിരീടം ഈ മണവാളന്റെ മേൽ മണവാട്ടിയുടെ മേൽ ചൂടി വെക്കുമ്പോൾ ഈ ലോകത്തവർ ക്രിസ്തുവിന്റെ കിരീട സാക്ഷികളായി ജീവിക്കാൻ അവരുടെ തലയോട്ടിയല്ല, തലയ്ക്കകം വിശുദ്ധീകരിച്ച് കാഴ്ചവെക്കും. പക്ഷേ കേൾക്കണം, ഇങ്ങനെ ഈ കിരീടം വെച്ച് ദൈവരാജ്യത്തിന്റെ അഭിഷേകമുള്ള മക്കളായി ഇവരെ വിടുന്നതിന് തൊട്ടു മുമ്പ്, കിരീടം വെക്കുന്നതിന് തൊട്ടു മുമ്പ് ഇവരുടെ തലയ്ക്കകത്തേക്ക് ദൈവത്തിന്റെ വചനം ആചാര്യൻ നിറയ്ക്കും. അതുകൊണ്ടാണ് വിവാഹത്തിന് നിൽക്കുമ്പോൾ 2 പ്രാവശ്യം ദൈവം സംസാരിക്കും. ഒന്ന്, പൗലോസ് ലീഹ പരിശുദ്ധാത്മാവിൽ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 25 വരെ എഴുതിയ തിരുവചനങ്ങൾ ഇവരിലേക്ക് കേൾപ്പിക്കും. അത് ചെവി കൊണ്ട് കേൾക്കാനല്ല, ഹൃദയത്തിൽ ഗ്രഹിച്ച് തലയിൽ നിറയാനാണ് അങ്ങനെ പറയുന്നത്. ഭാര്യ എങ്ങനെയായിരിക്കണം, ഭർത്താവ് എങ്ങനെയായിരിക്കണം. അത് കഴിയുമ്പോൾ പുരോഹിതൻ യേശു പറഞ്ഞ ഏവൻഗേലിയോൻ, ദൈവം കുടുംബത്തെ കുറിച്ച് പറയുന്നത് ഇവരോട് പറയും. ഒന്നോടെ അവരെ നിർത്തിയിട്ട് സ്ലീഹയെല്ലാം വായിച്ചു കേട്ട് കഴിയുമ്പോൾ ദൈവം അവരോട് സംസാരിക്കും. ദൈവം പറയുന്നത് ഇവരെ കേൾപ്പിക്കും. അപ്പോൾ അവരെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കും. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഈ കല്യാണത്തിന് ഏവൻഗേലിയന് എന്നും ഒന്ന് തന്നെ. ആ കാനാവിലെ കല്യാണ വീട്ടിലേക്ക് വായിക്കുകയാണെങ്കിൽ 1.5 ഇടുന്ന ചേട്ടന് അവരുടെ ആശ്വാസം തോന്നും, അല്ലേ? വെള്ളമൊക്കെ ഇതാക്കി എന്നൊക്കെ പറയുകയാണെങ്കിൽ. പക്ഷെ അതല്ല വായിക്കുന്നത്. കല്യാണത്തിന് വായിക്കുന്ന ഏവൻഗേലിയൻ ഏതാ? നിങ്ങളുടെ കല്യാണത്തിന് വായിച്ചായിരുന്നു എൻ്റെ അച്ഛൻ? അന്നേരം ഈ പണ്ടാരം എപ്പോഴാണ് കെട്ടിത്തീരുന്ന വിചാരിച്ചു അവിടെ ഇപ്പോൾ അന്ന് ഏതാ വായിച്ചത്? എന്നാൽ കേട്ടോളണം, മറക്കരുത്. വിവാഹത്തിന്, ഏത് വിവാഹത്തിന് പോയാലും, സുറിയാനി സഭയിൽ വിവാഹത്തിന് പോയിരുന്നാൽ ദൈവം പറഞ്ഞ ഈ വചനമാണ് വായിക്കുക, വേറൊന്നും വായിക്കില്ല. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതലുള്ള തിരുവചനം. ഞാനത് പെട്ടെന്ന് പറയാം. നമ്മുടെ ഒരു 3-4 മണിക്കൂർ ക്ലാസ്സാണ്. അത് ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് എടുക്കുന്നതിന് കുറേ പരിമിതികളുണ്ട്. നിങ്ങൾ കേട്ടോളുക.
മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതലുള്ള തിരുവചനം. ഒരു ദിവസം യേശു ഇങ്ങനെ കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരീശന്മാർ വന്നിട്ട്, കർത്താവേ, ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഒരു ഡൗട്ട്. യേശു എന്താണ്? ഞങ്ങളുടെ ഇടയിൽ നിന്റെ പഠിപ്പിക്കലിനെ കുറിച്ച് ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു ഡൗട്ട്. ഭാര്യ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? യേശു പറഞ്ഞു, അങ്ങനെ പാടില്ല, ഭാര്യ ഉപേക്ഷിക്കാൻ പാടില്ല. ആരാ ചോദിച്ചെന്നറിയോ? പരീശന്മാർ. ആരാ? ആരാ? അതിൻ്റെ ഇടയിൽ വേറൊരു സാധനം ഉണ്ട്, അതിനെ ഞാൻ പറയുന്നത്. പരീശന്മാർ. ഇപ്പൊ ശിഷ്യന്മാർ കല്യാണക്കാരും പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടിരുന്നു. പരീശന്മാർ ചോദിച്ചു, ഭാര്യ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണ്? യേശു പറഞ്ഞു, അങ്ങനെ പറ്റില്ല, ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഒന്നോടെ, ദൈവം എന്തെങ്കിലും ഒരു കാരണം കണ്ട് യോജിപ്പിച്ചതാണ്, നീ വേറൊരു കാരണം കണ്ട് അതിനെ വേർതിരിക്കരുത്. ദൈവം നിന്നെ യോജിപ്പിച്ചത് എന്തെങ്കിലും ഒരു കാരണം കണ്ടിട്ടായിരിക്കും. IELTS മാർക്ക് കിട്ടിയില്ല, സമയത്ത് പ്രസവിച്ചില്ല, ജോലി ശരിയായില്ല, വിസ കിട്ടിയില്ലെന്നും പറഞ്ഞ് നീ വേറൊരു കാരണം കണ്ടുകൊണ്ട് ഇത് വിഭജിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അപ്പൊ അവർ പറഞ്ഞല്ല, മോശ പറഞ്ഞിട്ടുണ്ടല്ലോ ഉപേക്ഷ പത്രം കൊടുക്കാൻ, അതൊക്കെ നിങ്ങളുടെ ഹൃദയ കഠിനത കൊണ്ട് പറഞ്ഞതാണ്, ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ, പരസംഗം കൊണ്ടല്ലാതെ, മോശം ജീവിതം കൊണ്ടല്ലാതെ, പിശാചിനെ കെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം കൊണ്ടല്ലാതെ ഭാര്യ ഭർത്തൃ ബന്ധം വിഭജിക്കപ്പെടാൻ പാടില്ല. ഓരോരു അങ്ങനെയാണ്. അതെ, പരീക്ഷന്മാർ പോയി. ആരാ ചോദിച്ചേ? അവര് പോയി. അപ്പോൾ യേശുവിൻ്റെ അടുത്ത് ആരാണെന്നറിയോ? ശിഷ്യന്മാരെന്ന് പറയാൻ നമ്മുടെ ആൾക്കാർ. അപ്പൊ അവര് കർത്താവിനോട് ചോദിച്ചു, ഗുരു, ഇതാണോ നിങ്ങൾക്ക് കുടുംബജീവിതത്തെ കുറിച്ചുള്ള അഭിപ്രായം? അതെ. അപ്പൊ ശിഷ്യന്മാർ പറയുന്നു, അങ്ങനെയാണെങ്കിൽ കെട്ടാണ്ടിരിക്കുന്നതാണല്ലോ ഭേദം. ഈ പുസ്തകത്തിൽ എഴുതിയതാണ്. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണല്ലോ നല്ലത് എന്ന് വെച്ചാൽ ശിഷ്യന്മാർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരുത്തിയെ കെട്ടിക്കഴിഞ്ഞ് കാലാകാലം അതിൻ്റെ കൂടെ തന്നെ പൊറുതി തീർക്കണം. ശിഷ്യന്മാർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതെങ്ങനെ ഒത്തുപോകും? പ്രശ്നങ്ങളുണ്ടാവില്ലേ? അന്നേരം മാറ്റിയിട്ട് വേറെ എണ്ണത്തിന് എടുക്കണം. ശിഷ്യന്മാരുടെ വരെ ചിന്ത എങ്ങനെയാണ്? ഗുരു, അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണല്ലോ ഭേദം. അപ്പോൾ യേശു ഒരു മറുപടി പറഞ്ഞു. ആ മറുപടിയിലാണ് സ്വർഗീയ കിരീടം ചാർത്തപ്പെടാൻ പോകുന്നത്. അപ്പോൾ ശിഷ്യന്മാരോട്, പരീശന്മാരോട് പറഞ്ഞില്ല, ശിഷ്യഗണത്തോട് പറഞ്ഞൊരു മറുപടിയിലാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിവാഹ കൂദാശ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്നറിയോ? ഇപ്പോൾ യേശു പറയുന്ന വചനം ഈ പുരുഷന്റെയും സ്ത്രീയുടെയും തലയിൽ ഉണ്ടായിരിക്കണം. അതിന്റെ മുകളിലാണ് കിരീടം ചാർത്തപ്പെടാൻ പോകുന്നത്. അവർ വിചാരിച്ചു എന്നതായി പറയാൻ പോകുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, കേട്ടുകൊള്ളുക, കൃപ ലഭിച്ചവരല്ലാതെ ആരും ഇത് സ്വീകരിക്കില്ല. കുടുംബജീവിതം, ദൈവിക കുടുംബജീവിതം നയിക്കാൻ എന്ത് വേണം? അവർക്ക് പറ, കൃപ വേണം. കൃപ ലഭിച്ചവരല്ലാതെ ആർക്കും ഇത് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യത്തെ ഭാഗം, കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണോ? എന്ത് വേണം? ഉറക്കെ പറ, ഒന്നോടെ ഉറക്കെ പറ, കൃപ വേണം. കൃപ കെട്ടുപോകാതിരിക്കാൻ നിരന്തരം പ്രാർത്ഥിക്കണം. കൃപ കെട്ടുപോകാതിരിക്കാനുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ക്രമീകരിച്ചോളണം. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൃപ കെട്ടുപോകും. പ്രാർത്ഥിക്കണം, വചനം വായിക്കണം, കുർബാന സ്വീകരിക്കണം, കൂദാശ ജീവിതം ഭംഗിയായിട്ട് നയിക്കണം. ഇല്ലെങ്കിൽ കൃപ പോകും. കൃപ പോയി കഴിയുമ്പോൾ കൃപ പോയത് നമ്മൾ അറിയില്ല. അതുകൊണ്ടാണ് ബൈബിൾ പല സ്ഥലത്തും പറയുന്നു, സിംസോന്റെ ശക്തി നഷ്ടപ്പെട്ടു, അവൻ അറിഞ്ഞില്ല. യോനായിൽ നിന്ന് കൃപ പിൻവലിക്കപ്പെട്ടു, അവൻ അറിഞ്ഞില്ല. കൃപ പോണ നമ്മൾ അറിയില്ല. നമ്മൾ വിചാരം കൃപ കൂടെ ഉണ്ടെന്നാണ്. കൃപ പോവും. ജീവിതത്തിലെ സാഹചര്യങ്ങൾ വരുമ്പോൾ കൃപയില്ലാതെ പ്രവർത്തിച്ച് കുടുംബം തകരുമ്പോഴാണ് അറിയുന്നത് എന്നെ പറ്റിയേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപ, ഞാനത് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ പറയുകയാണ്. കൃപ ധരിക്കുക എന്നാണ് ബൈബിൾ എപ്പോഴും പറയുന്നത്. കൃപ ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൃപ ഒരു വസ്ത്രം പോലെയാണ്. കൃപ നമ്മളെ പൊതിയുന്ന ഒരു വസ്ത്രം പോലെയാണ്. ഇതിന് പലതരത്തിലുള്ള നിറങ്ങളുണ്ട്. വസ്ത്രങ്ങൾക്ക് വർണ്ണങ്ങളുള്ളതുപോലെ കൃപയ്ക്ക് പലതരത്തിലുള്ള നിറമുണ്ട്. അതിലൊരു നിറമാണ് സഹനം, അനുസരണം, വിശ്വസ്തത, എളിമ, താഴ്മ. ഇതെല്ലാം കൃപയുടെ നിറങ്ങളാണ്. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ വിവിധങ്ങളായ വർണ്ണങ്ങൾ, എളിമ, താഴ്മ, പ്രാർത്ഥന, വിശ്വസ്തത, വിശുദ്ധി, ഇങ്ങനെയുള്ള നിറങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു വസ്ത്രമാണ്. ഇനി ഇങ്ങനെ ദൈവം ഒരു കുടുംബത്തെ യോജിപ്പിച്ചിട്ട്, കേട്ടോളണം, ഇതാ ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറയാൻ പോകുന്ന പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെന്റിലായിരിക്കണം നമ്മുടെ ബോധ്യം. ഇങ്ങനെ ദൈവം ഒരു കുടുംബജീവിതം യോജിപ്പിച്ചിട്ട്, കേൾക്കണം, ഈ കുടുംബജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, കേൾക്കണം, ഈ കുടുംബജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി
നമ്മൾ എടുക്കുന്ന എല്ലാ പ്രയത്നങ്ങൾക്കും പ്രതിഫലമുണ്ട്. ഈ കുടുംബജീവിതം ദൈവം തന്നതാണ്. ഇതിന്റെ നിലനിൽപ്പിനും ഇതിന്റെ വളർച്ചയ്ക്കും ഇതിന്റെ ഉയർച്ചയ്ക്കും വേണ്ടി നമ്മൾ ഇടുന്ന എല്ലാ എഫേർട്ടിനും പ്രതിഫലമുണ്ട്. എന്താ പ്രതിഫലം? നിത്യതയിൽ എത്തുന്നത് വരെയുള്ള അനുഗ്രഹം ഇതിന്റെ പുറകെ ഉണ്ടാകും. അല്ല, ഇതിന്റെ നന്മയ്ക്കും ഉയരാനും വേണ്ടി എന്താണ് നമ്മളിടുന്ന പ്രയത്നം? നമ്മളിടുന്ന വിട്ടുവീഴ്ച, നമ്മളിടുന്ന താഴ്മ, ഒരു സാരമില്ല എന്ന പറച്ചിൽ, ഒരു എളിമപ്പെടൽ, ഇതിന്റെ പേരാണ് ബലിയാവുക. ബലിയാവുക. അതുകൊണ്ടാണ് കുടുംബജീവിതം ബലിയാണെന്ന് പറയുന്നത്. അങ്ങ് ബലിയായി തീരുക, തന്നെ തന്നെ കൊടുത്ത് സ്നേഹിക്കുക. ഇങ്ങനെ ഇതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന എല്ലാ സഹനത്തിനും പ്രതിഫലമുണ്ട്. കാരണം ദൈവവേലയിലെ പങ്കുചേരലാണ് കുടുംബജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ചില എഫേർട്ട്. ചിലപ്പോൾ നീ ഒരു മദ്യപാനി ആയിരിക്കും. കുടുംബജീവിതം തുടങ്ങിയാൽ നീ അത് ഉപേക്ഷിക്കുന്നത് ഒരു നന്മയ്ക്ക് കാരണമാകും. നീ ഒരു ദുർവാശിക്കാരിയായിരിക്കും. കുടുംബജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആ ദുശാഠ്യനെ ഉപേക്ഷിച്ച് നീ എളിമപ്പെടുന്നത് നിന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നീ ഒരു ദൈവ പദ്ധതിയിൽ പങ്കുചേരുന്നതാണ്. ദൈവീക പദ്ധതിയിൽ പങ്കുചേരുന്ന ഈ പ്രവൃത്തി അടുത്തത് സ്വർഗത്തിലേക്ക് നോക്കി വിതയ്ക്കുന്നതാണ്. കുടുംബജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ചില വിട്ടുവീഴ്ചകൾ സ്വർഗത്തിലേക്ക് നോക്കി വിതയ്ക്കുന്ന വിത്തുകളാണ്. അത് മുളയ്ക്കും. 30, 60, 100 മേനിയായി അത് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം നമുക്ക് ഉപകാരം തുടങ്ങും. കൃപയില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ശിഷ്യന്മാരിങ്ങനെ ചോദിച്ചു, അതെങ്ങനെ പറ്റും? അപ്പൊ യേശു പറഞ്ഞൊരു മറുപടി ഉണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ട്. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, മനുഷ്യരാൽ ഷണ്ഡന്മാരായി ജനിച്ച ഷണ്ഡന്മാരുണ്ട്. കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെട്ടവരുണ്ട്. സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത്. ഷണ്ഡന്മാരായി ജനിക്കുന്ന ഷണ്ഡന്മാരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്ന ഷണ്ഡന്മാരുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ഡന്മാരാക്കുന്ന ഷണ്ഡന്മാരുണ്ട്. ഗ്രഹിപ്പാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. ഇത് പറഞ്ഞിട്ടാണ് പുരോഹിതൻ കിരീടെടുത്തോണ്ട് വരുന്നത്. വാനിനുടേയും ചൊല്ലുന്നത്. എന്താണ് ഈ ഷണ്ഡൻ എന്ന് പറഞ്ഞാൽ? അതിന്റെ ട്രാൻസ്ലേഷൻ നമുക്ക് ചെറിയ ഇതുപോലൊക്കെ തോന്നും. ഷണ്ഡൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് ആണും പെണ്ണും, അതിനെയാണ് നമ്മൾ പറയുന്നത്. ഏനക്ക് ഷണ്ഡൻ, ആണും പെണ്ണും കിട്ടത്. എന്താ കർത്താവ് അങ്ങനെ പറയാൻ കാരണം? അതൊന്നോടെ നമ്മളൊന്ന് വിസ്തരിച്ച് ധ്യാനിച്ചു നോക്കി. നമുക്കൊരു ഭാവമില്ലേ? എന്തെങ്കിലും പറയുമോ? എന്നോട് കളിക്കാൻ നിൽക്കണ്ട, ആണാടാ, ആണുങ്ങളോട് കളിച്ചാൽ അങ്ങനെ പറയില്ലേ? നിങ്ങൾ പറയില്ലേ? നൈറ്റൊക്കെ കൂടെ കുത്തിയിട്ട് ഞാൻ പെണ്ണാണ് ഇല്ലേ അങ്ങനെ പറയില്ലേ? എൻ്റെ അർത്ഥം എന്താണ്? ചിലർ പറയും ഞാൻ പെണ്ണാണെങ്കിൽ, ഞാനൊരാണാണെങ്കിൽ ആണുങ്ങളോട് കളിക്കണം. എന്താ ഈ പറയണേ? നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഞാനൊരാണാണ്, ആണാണെങ്കിൽ, ഞാനൊരു പെണ്ണാണെങ്കിൽ. എന്താ ഇതിൻ്റെ അർത്ഥം? നമ്മുടെ ഐഡന്റിറ്റി അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് ആസ്വദിക്കാനുണ്ട്. എൻ്റെ വ്യക്തിത്വം ഭയങ്കരമാണ്. ഇവിടെ എന്താ പറയുക? ചിലര് ജന്മന ഷണ്ഡന്മാരാണ്, അവർക്ക് അങ്ങനെ വലിയ വാശി ഇതൊന്നുമില്ല. വേറെ ചിലർ മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയോ, ചില മനുഷ്യരെ പേടിയാണ് അല്ലേ? ചില ആൾക്കാരുണ്ടല്ലോ, ഒരു 6 അടി പൊക്കമുള്ള ഒരുത്തം വന്നിട്ട് എനിക്ക് പക്ഷിപ്രകോപിയുള്ളതാണെന്ന് വിചാരിക്കുക, എന്നെ ആരും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചും പറയും. അപ്പോൾ ഒരു 6 അടി പൊക്കവും നല്ല തടി മുൾപ്പുള്ള ഒരുത്തൻ എനിക്കൊരു അടി വെച്ചു തന്നു. അപ്പോൾ ഞാനൊക്കെ ദേഷ്യം പിടിച്ച് തിരിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇനി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചവിട്ടി കൂട്ടും. അപ്പോൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇങ്ങനെ പറയില്ലേ? ഇതിൻ്റെ പേരാണെന്ത്? മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുക. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ജയിക്കാൻ കഴിയാത്തപ്പോൾ നമ്മളങ്ങ് പോവുക. എന്നാൽ ഇതൊന്നുമല്ല. സ്വർഗരാജ്യത്തെ പ്രതി എളിമപ്പെടുക. അവനവന്റെ വ്യക്തിത്വത്തെ ബലപ്പിടിച്ച് നിൽക്കാതെ സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ഡന്മാരാക്കുക. അവർക്കുള്ളതാണ് സ്വർഗരാജ്യത്തിന്റെ അനുഗ്രഹം. അതൊരു മോശക്കേടല്ല. ചില ആളുകൾ പറയും അവൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പുലിയായിരുന്നു, കല്യാണം കഴിച്ച പിന്നെ അവനൊരു എലിയായി. ആ എലിയായതല്ലത്, അവൻ സ്വർഗരാജ്യത്തെ പ്രതി ചില കാര്യങ്ങൾ ചെയ്തതാണ്. എന്നെ താഴെ പറയാം. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനതിന് ഇങ്ങനെ എപ്പോഴെപ്പോഴും ഹല്ലേലൂയ പറയപ്പെടുന്നതറിയും. പണ്ട് ഞാൻ ഈ ഒരു ധ്യാനം നടത്താൻ പോയപ്പോൾ ഞാനിങ്ങനെ ആളുകളോട് പറ ഹല്ലേലൂയ, ആളുകൾ ഹല്ലേലൂയ പറയും. ഇപ്പം ഞാൻ പറയും ഒന്നോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ പറയും ഉറങ്ങുന്നവർ പറ, അപ്പം അവരന്നേരം പറയും ഹല്ലേലൂയ എന്ന്. അപ്പം ഇതെനിക്കൊരു രസമായി.
അപ്പോൾ ഞാൻ സിംഗപ്പൂർ പള്ളിയിൽ ധ്യാനം നടത്തുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, പറ ഹാലേലുയ, പറ ഹാലേലുയ, ഒന്നൂടെ പറ ഹാലേലുയ, ഉറങ്ങുന്നവർ പറ. അപ്പോഴും ഒരു ചെറുപ്പക്കാരൻ ഹാലേലുയ. അപ്പോൾ എല്ലാവരും ചിരിക്കും. അപ്പോൾ എനിക്കൊരു രസമായി. അപ്പം ഞാനിത് കുറേ നേരം കഴിയുമ്പോൾ അന്ന് ഒരു പകൽ ധ്യാനമാണ്, ഒരു 3-4 മണിക്കൂർ നേരം ധ്യാനം. രാവിലെ തുടങ്ങി കഴിഞ്ഞിട്ട് 4 മണി വരെയാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക്, പക്ഷേ ഈ പുള്ളിയാണ് ഏറ്റവും നന്നായി ധ്യാനം കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞാൻ ഉച്ചയ്ക്ക് പുള്ളിയെ വിളിച്ച് ചോദിച്ചു, അത് ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്താണ് പിന്നെ ഹാലേലുയ പറയുന്നത്? അപ്പോൾ ഇവൻ എന്നോട് പറയാണ്, അച്ഛാ അങ്ങനെ പരിഹസിച്ചിട്ടാണ് പറയണമെങ്കിലും ഒരിക്കൽ കൂടി കർത്താവിന് സ്തുതി പറയാൻ പറ്റുമല്ലോ, കിട്ടിയ അവസരം ഒന്നും ഞാൻ കളയാറില്ലെന്ന്. പിന്നെ ആ പരിപാടി നിർത്തി. ആ കളിയാക്കലും അങ്ങനെ ഒരു തമാശക്കുള്ള. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, എവിടെ നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടൊരു വാക്ക് കേൾക്കുന്നോ അത് വേറിറങ്ങുക തന്നെ ചെയ്യും, വേറിറങ്ങുക തന്നെ ചെയ്യും. നമ്മുടെ ഹൃദയത്തിനകത്ത് ഇറങ്ങും അത്. ദൈവം അതിനെ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തെ സ്തുതിച്ചത് കേൾക്കണം. പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ച് കേൾക്കണം. ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യ ഭാഗം എനിക്കിത് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആവേശമൊക്കെ കൂട്ടി പറയുന്നത്. സ്വർഗരാജ്യത്തിലേക്ക് നോക്കി വിതയ്ക്കണമെങ്കിൽ കൃപ നമ്മുടെ കൂടെ വേണം. കൃപയിലേ ഇത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. കൃപ. ഇനി ഇപ്പോൾ പുതിയ നിയമത്തിൽ ഒരു വിശുദ്ധനായ ചെറുപ്പക്കാരനെയും വിശുദ്ധനായ പുരുഷനെയും സ്ത്രീയെ കൊണ്ടുവന്നു. കൃപയുടെ തണലിൽ അവർക്ക് കുടുംബജീവിതം കൊടുക്കുന്നു. ശരി. ഇനി എങ്ങനെയാണ് കുടുംബജീവിതം ദൈവം സ്ഥാപിച്ചത്? അതെല്ലാവർക്കും അറിയാം. ഞാൻ പെട്ടെന്ന് പറയാം. ഉൽപ്പത്തിയിലാണ് നമ്മളിത് കാണുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ കുടുംബം സ്ഥാപിച്ചത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്നറിയോ? ഈ ഉൽപ്പത്തി നമ്മൾ വായിക്കുമ്പം 1 തൊട്ട് 11 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അതിന് തിയോളജിയിൽ പറയുന്ന പേര് മിത്തോളജിക്കൽ ലാംഗ്വേജ് എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞുതരാം. മിത്തോളജിക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ഒരു സംഭവം വിസ്തരിക്കാൻ ഭാഷ മതിയാവുന്നില്ല. ഭാഷ പരിമിതമാണ്. ഒരു കാര്യം പറയാൻ അക്ഷരങ്ങളും വാക്കുകളും ഭാഷയും പരിമിതമാണ്. അതിൻ്റെയും അപ്പുറത്താണ് അതിൻ്റെ ആശയം കിടക്കുന്നത്. അതിനെ നമ്മളിങ്ങനെ പറയും വരികൾക്കിടയിൽ കിടക്കുക. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഒരു ഉദാഹരണം പറയാം, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്നു, നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മിത്തോളജിക്കൽ ലാംഗ്വേജ് എന്താണെന്ന് ഞാനീ പറയാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇത് 2-ാം നിലയല്ല 1-ാം നിലയുള്ള പള്ളിയെന്ന് വിചാരിക്കുക. നമ്മുടെ നാടാന്ന് ഇവിടെ സങ്കല്പിക്കുക. അപ്പോൾ ഒരു കരിമൂർക്കൻ പാമ്പ്, മൂർക്കൻ, നല്ല വിഷമുള്ള പാമ്പ് ആ വാതിക്കെ കൂടെ ഇങ്ങനെ കയറി ആ പള്ളിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്ന് അവിടെ ഇങ്ങനെ വന്ന കസേരയിൻ്റെ അടുത്ത് വന്ന് അവിടെ ഇരിക്കുന്ന ചേച്ചിയുടെ കാലയിൽ ഇങ്ങനെ തട്ടി. ചേച്ചി നോക്കുമ്പോൾ നല്ല തണുപ്പ്. സൂക്ഷിച്ചു നോക്കിയപ്പം നല്ലൊരു പാമ്പ്. അപ്പോൾ ചേച്ചി നോക്കുമ്പോൾ പള്ളിയകത്താണ് ഇരിക്കുന്നത്. ഒരച്ഛൻ ഗൗരവത്തോടെ പ്രസംഗിക്കുന്നു, ആളുകൾ ഭയഭക്തിയോടെ ഇരിക്കുന്നു. ഈ വിഷയം ചേച്ചിക്ക് അവതരിപ്പിക്കണം. അപ്പോൾ ചേച്ചി ഇങ്ങനെ, ബഹുമാനപ്പെട്ട അച്ഛ, എനിക്കൊരു കാര്യം അങ്ങയോട് പറയാനുണ്ട്. ഒരു പാമ്പ് ഈ ദേവാലയത്തിനകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആളുകൾ ശ്രദ്ധിക്കണം, എല്ലാവരും കാല് ഉയർത്തി പിടിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. അങ്ങനെയാണോ പറയുക? അങ്ങനെയാണോ പറയുക? ചേച്ചി നോക്കിയിട്ട് ഒറ്റ വിളി, അയ്യോ പാമ്പ്, ഞാനുണ്ടാവും എവിടെയും മെസ്സേൻ്റെ മുമ്പിൽ. ഇതാണ് ഭാഷയുടെ പരിമിതി എന്ന് പറഞ്ഞാൽ. ചെറിയ കാര്യം പറയാൻ ഒരൊറ്റ വാക്കിൽ അയ്യോ പാമ്പെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയെന്ന് പോലും പറയാൻ പറ്റില്ല അല്ലേ? എന്ന് പറഞ്ഞതുപോലെ അത്യുന്നതനായ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മഹാരഹസ്യം ചില അക്ഷരങ്ങൾ കൊണ്ട് പറയുകയാണ്. അപ്പം അതിനൊത്തിരി പരിമിതിയുണ്ട്. അങ്ങനെ പറയുമ്പം വരികൾക്കിടയിലാണ് ഇതിൻ്റെ അക്ഷരം കിടക്കുന്നത്, ഇതിൻ്റെ അർത്ഥം കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേഗം പറയാം. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ധ്യാനകേന്ദ്രത്തിൽ എടുക്കുന്ന പോലെ ഒന്നും വിസ്തരിച്ചെടുക്കില്ല. അത്യാവശ്യം പിന്നെ നിങ്ങൾ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരും പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവുന്നവരായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വേഗതയിൽ പറയും. എന്നോട് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോളണം. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. ഇതാണ് ദൈവത്തിൻ്റെ അഭിപ്രായം. ഏകനായിരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ഏകനായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം എന്നെ ഒറ്റയ്ക്കിടുന്നതാണ്. എന്നെ ഒറ്റയ്ക്ക് ഒരു മുറിയിലിട്ടിട്ട് ഒരു 10 ദിവസം ഇട്ടാൽ ഞാൻ അവിടെ ഇരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഒറ്റയ്ക്കിടുന്നത്. ഒരു മൊബൈൽ ഫോണും കൂടെ തന്നാൽ ഒരു കൊല്ലം ഇരുന്നോളൂ വേണ്ടില്ലേ. നമുക്ക് ഒറ്റയ്ക്കിരിക്കുന്നത് എന്താണോ എനിക്ക് പ്രത്യേക ഇഷ്ടം, ഭയങ്കര ഇഷ്ടം ഒറ്റയ്ക്കിരിക്കുന്നത്. പക്ഷെ ദൈവം പറയണം, മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല, ഏകനാകാൻ പാടില്ല. ഒറ്റയ്ക്കിരിക്കരുതല്ല, ഏകനാകരുത്. അർത്ഥം എന്താ കാര്യം എന്നറിയോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലാണ്. എന്ന് വെച്ചാൽ സ്നേഹം, ദൈവം സ്നേഹമാണ്, സ്നേഹത്തിലാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ പങ്കുവെക്കുന്ന സാധനം. എനിക്ക് എൻ്റെ ഭാര്യയോടും മക്കളോടും ഭയങ്കര സ്നേഹമാണ്. ഞാൻ മിണ്ടുമില്ല, പറയുമില്ല. എങ്ങനെ സ്നേഹം മനസ്സിലാകും? സ്നേഹം പങ്കുവെക്കണം. അപ്പൊ ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാമിന്റെ ഉള്ള മുഴുവൻ സ്നേഹമാണ്. ഇതിങ്ങനെ ഇരുന്നാൽ പറ്റൂല, ഇത് പങ്കുവെക്കണം. അപ്പൊ ദൈവമായ കർത്താവ് ദൂതന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന തുണയെ ഞാൻ കൊടുക്കും. എങ്ങനത്തെ ചേർന്ന തുണയെ കൊടുക്കും.
അപ്പോൾ ദൂതന്മാർ വന്നിട്ട് ആദാമിനോട് പറഞ്ഞു, ആദം വിഷമിക്കണ്ട, നിന്നെ പെണ്ണ് കിട്ടിക്കാൻ പോവാണ്. ആദ്യം രാവിലെ തന്നെ എഴുന്നേറ്റ് ടൈയൊക്കെ കെട്ടി പാട്ടൊക്കെ ഇട്ട് ഏതായാലും എനിക്കൊരു പെണ്ണ് കിട്ടൽ നടക്കുകയാണല്ലോ, എനിക്കും കൂടി ഒരു പങ്കാളി കിട്ടാൻ പോകണം. ആദമിന് ഭയങ്കര സന്തോഷമായി. ആദം പൗഡറൊക്കെ ഇട്ട് നല്ല റെഡിയായിട്ട് നിൽക്കുകയാണ്. ദൂതന്മാർ വന്നിട്ട് പറഞ്ഞു, എന്താ പോവാം, പെണ്ണ് കാണാൻ പോവാണ്. അപ്പം മനസ്സിൽ കാണണം, ആദാമിന് പെണ്ണ് കാണാൻ കൊണ്ടുപോകണം. ആദാം ടിപ് ടോപ്പായിട്ട് പെണ്ണ് കാണാൻ പോവാണ്. ആദ്യം കാണിച്ച പെണ്ണ് ആരാന്നറിയോ? ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്നറിയാൻ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. അർത്ഥം, നമ്മൾ ആർക്ക് പേരിടുക? പറ. നമ്മുടെ മക്കൾക്ക് പേരിടും, വീടിന് പേരിടും, ഓഫീസിന് പേരിടും, വണ്ടിക്ക് പേരിടും, അല്ലേ? നമുക്ക് അവകാശപ്പെട്ടതിനാണ് പേരിടുക. ആദം പേരിട്ടു എന്ന് വെച്ചാൽ ഇത് ആർക്ക് അവകാശമായി? ഇങ്ങോട്ട് പറഞ്ഞേ, ആദമിന് അവകാശമായി. ആദം പേരിട്ട്, നമുക്ക് 3 പ്രാവശ്യം പറഞ്ഞേക്കണം. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ആദം പേരിട്ടത് പേരായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദാമിന്റെ ആയി. ആദം പുലിനെ വിളിച്ചിട്ടുള്ളൂ, നിന്റെ പേര് പുലി എന്നായിരിക്കും. അപ്പോൾ പുലി പറഞ്ഞു, വേണ്ട, എന്റെ പേര് ഷിബു എന്നിട്ട്. അങ്ങനെ പറഞ്ഞില്ല. പുലിയുടെ പുലി പറഞ്ഞു, ഓക്കെ. ഓരോന്നിനും പേരിട്ടു, പേരായി. അതെല്ലാം ആദാമിന്റെ ആയി. ഇതിന്റെ ഇടയിൽ ഒരു സാധനമുണ്ട്. ആദം പാമ്പിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ പേര് പാമ്പെന്നായിരിക്കും. ആമേൻ, പാമ്പ് സമ്മതിച്ചു. ഇപ്പൊ പാമ്പ് ആരുടെ ആയി? ആദാമിന്റെ അല്ലേ? അതിന്റെ അവകാശം ആദാമിന്റെ ആയി, മൃഗങ്ങൾ ആദാമിന്റെ ആയി. പക്ഷെ ആദം പറഞ്ഞു, പക്ഷെ ഇതെല്ലാം മണ്ണിൽ നിന്ന് രൂപപ്പെട്ടതാണ്. എവിടെന്നാ? മണ്ണ്. ഡയക്കോമിയ 2 ഉള്ളൂ. ദേഹം, ദേഹി, അത്രേ ഉള്ളൂ. നമ്മൾ ട്രൈക്കോമ, ഇത് ഡയക്കോമ, 2 ഉള്ളൂ. ദേഹം, ദേഹി. ആദം പറഞ്ഞു, ഇതെല്ലാം മണ്ണിൽ നിന്ന് രൂപപ്പെട്ടാണ്, മണ്ണാണ്. ഞാൻ മണ്ണല്ല, എന്നിൽ വിണ്ണും കൂടെയുണ്ട്. തനിക്ക് ഇഷ്ടപ്പെട്ട, തനിക്ക് ഇണങ്ങിയ തുണയെ അവൻ കണ്ടില്ല. ഒരു ദൂതി ഞാൻ പറയും, ഇന്ന് നമ്മൾ കല്യാണം ആലോചിക്കുമ്പോൾ, മക്കൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ നമ്മൾ മണ്ണാണ് നോക്കുന്നത്, വിണ്ണെന്തോരുണ്ടെന്നാണ് നോക്കണേ. ഉള്ളതേ പറയുള്ളൂ. ചെറുക്കൻ്റെ വീട്ടിൽ, പെണ്ണിൻ്റെ വീട്ടിൽ മണ്ണെന്തോരുണ്ടെന്നാണോ, പെണ്ണിനും ചെറുക്കനും വിശുദ്ധി എന്തോരുണ്ടെന്നാണോ നമ്മൾ നോക്കണേ? വിശുദ്ധി ചുമ്മാ നോണ പറയല്ലേ. നമ്മൾ ഈ മണ്ണ് നോക്കുന്ന ആൾക്കാരാണ്. ഉൽപ്പത്തി കിടക്കുകയാണ്. ആദം പറഞ്ഞു, ഇതെല്ലാം മണ്ണിന്റെ ഭാഗമാണ്, എനിക്ക് പറ്റില്ല. കേട്ടോണ്ട് അടുത്തത്, എന്നാൽ തനിക്ക് ഇണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട്, അപ്പൊ ദൈവത്തിന് മനസ്സിലായി, ഇവന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിദ്രയിൽ ആഴ്ത്തി. ഗാഠനിദ്ര എന്ന് പറഞ്ഞാൽ ഡീപ് സ്ലീപ്പ്, അല്ലേ? ഗാഠനിദ്രയിൽ. ആരോ പറയുന്നത് കേട്ട്, പെണ്ണുങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ ഇങ്ങനെ ഉറങ്ങിയിട്ടുള്ളെന്ന്. പെണ്ണുങ്ങൾ ഉണ്ടായ പിന്നെ ഇങ്ങനത്തെ ഒരു ഉറക്കം ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അതായത് ഗാഠനിദ്രയിലാഴ്ത്തി, അത് ഉറങ്ങാണ്. അപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിന് ശേഷം, കേൾക്കണം കേട്ടോ, ആ ഭാഷ കേൾക്കണം. വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി അതിൽ നിന്നൊരു സ്ത്രീക്ക് രൂപം കൊടുത്ത് അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ആദം ഉറങ്ങിയപ്പോൾ ദൈവമായ കർത്താവ് ഒരു വാരിയിൽ എടുത്ത് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്ത് ആദാമിന്റെ മുമ്പിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇങ്ങനെയും കൂടി എഴുതി, വാരിയിൽ എടുത്ത് ഓപ്പറേഷൻ പാട് പോലും കാണാത്ത വിധം അവിടെ മാംസം കൊണ്ട് മൂടി. ആദം ഒരിക്കലും അറിയരുത് ആദാമിന്റെ വാരിയല്ല ഊരിയെന്ന്. ഇല്ലെങ്കിൽ പുള്ളി ചിലപ്പോൾ പറയും, ഞാനും ദൈവം കൂടെ എന്തോരം കട്ടപ്പെട്ട നിന്നെ ഉണ്ടാക്കിയെന്ന് പറയും. അതുകൊണ്ട് ആദം ഒരിക്കലും അറിയരുത്. മാംസം കൊണ്ട് മൂടി ആദാമിന്റെ മുമ്പിൽ. ഇത് ഈ സ്ത്രീയെ സൃഷ്ടിക്കുമ്പോൾ ആദം എന്തെടുക്കായിരുന്നു? ആ ബോധം കെട്ട് ഉറങ്ങുമായിരുന്നു. പുള്ളിക്കൊരു അന്തം കുന്തം ഇല്ലാണ്ട് കിടന്ന് ഉറങ്ങുക പുള്ളി. അപ്പോഴാണ് സ്ത്രീയെ കൊണ്ടുവന്നു. ആദാമിനോട് എഴുന്നേക്കാൻ പറഞ്ഞു. ആദം എഴുന്നേറ്റിട്ട് എന്താ ആദ്യം പുള്ളി പറഞ്ഞെന്നറിയോ? ഇതിന് ഉത്തരം പറയണം കേട്ടോ. ആദം എന്താ പറയുന്നറിയോ? ഈ സ്ത്രീയെ കണ്ടപ്പോൾ ആദം ചാടി എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും. ഞാൻ അവിടെ എത്തിയപ്പോൾ വായന നിർത്തി. ഇയാളോട് ആരാ പറഞ്ഞ് ഇയാളുടെ അസ്ഥിയും മാംസമാണെന്ന്? ഇങ്ങനെ ബോധം കേട്ട് ഉറങ്ങുമായിരുന്നു. ചാടി എഴുന്നേറ്റിട്ട് പറയാണ്, എൻ്റെ അസ്ഥിയും എൻ്റെ മാംസവുമാണ്. ആര് പറഞ്ഞു കൊടുത്തു? വേഗം പറ. ദൈവം ഇല്ലാത്ത, ചുമ്മാ ബൈബിളിൽ ഇല്ലാത്തൊന്നും വെറുതെ വിളിച്ചു പറയരുത്. ഉള്ളത് പറ. ആര് പറഞ്ഞു കൊടുത്തു? അതാണ് കുടുംബം. ഇവിടെ നോക്കി, അതാണ് വീട്, അതാണ് കുടുംബം. ആരും പറഞ്ഞു കൊടുത്തില്ല. കേൾക്കണം, ഭാര്യയും ഭർത്താവ് ഇതിനകത്തിരുന്ന് കേട്ടോളണം, അപ്പനും മക്കളും ഇരുന്ന് കേട്ടോളണം. അതാണ് കുടുംബം. കുടുംബത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതാണ് വേദപുസ്തകം സുന്ദരമായിട്ട് പറയാണ്. ആദം നോക്കിയത് ഹൗവയുടെ തൊലിവെളുപ്പിലേക്കും എല്ലുമുഴുപ്പിലേക്കും മാംസത്തിന്റെ കൊഴുപ്പിലേക്കുമല്ല. ആദം നോക്കിയത് ഹൗവയുടെ ഉള്ളത്തിലേക്കാണ്. വായന പഠിച്ചിട്ട് നോക്കല്ലേ ഇത്? ഹൗവയുടെ ഉള്ളത്തിലേക്ക്. എന്താ നോക്കിയത്? എടാ, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവ് ഇവളുടെ ഉള്ളിലും
പക്ഷിയിലും മൃഗത്തിലും മരത്തിലും കാണാത്ത ഒന്ന് ഇവക്കടെ ഉള്ളിലുണ്ട്. ഉള്ളം മനസ്സിലാക്കുക. ഒരാൾ മറ്റൊരാളുടെ ഉള്ളം മനസ്സിലാക്കുക. എന്റെ ഉള്ളിൽ കിടക്കുന്ന അതേ ചൈതന്യം ഇവളുടെ ഉള്ളിലുണ്ട്. ആ ചൈതന്യം അവിടെ കിടക്കണമെങ്കിൽ എന്റെയും അവളുടെയും അസ്ഥിയും മാംസവും ഒന്നാണ്. ഉണ്ടോ? ഇന്ന് നമ്മൾ ഉള്ളം കാണുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. നമ്മൾ ഈ ദേഷ്യപ്പെടുന്ന പുറം ഭാഗമാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവ് അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്? കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഭാര്യ പെട്ടെന്ന് കൊതികുത്തുന്നു. നമ്മൾ ഈ കൊതികുത്തുന്ന ഭാര്യയെ, ചാട്ടി പിടിക്കുന്ന ഭാര്യയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ആയത്? അതിന്റെ പുറകിൽ എന്തോ ഉണ്ട്. എന്തോ ചില ജീവിതാനുഭവങ്ങൾ. അതൊന്നും മനസ്സിലാക്കുന്നതിന്റെ പേരാണ് ഒരാൾ മറ്റൊരാളിൽ നിന്ന് മനസ്സിലാക്കുക. എന്താണ് ഭർത്താവ് ഇങ്ങനെ പെട്ടെന്ന് ചീത്ത വാക്ക് പറയുന്നത്? എന്താണ് ഭാര്യ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനത്തെ പെരുമാറുന്നത്? അവളുടെ ജീവിതങ്ങളിൽ എന്തോ ഒന്നുണ്ടായിട്ടുണ്ട്. ഇത് തിരിച്ചറിയുന്നതിന്റെ പേരാണ് ഒരാൾ മറ്റൊരാളുടെ ഉള്ളമറിയുക. എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിലുള്ള മാംസവും. എന്ത് നല്ല പ്രേമഗാനമാണ് അല്ലേ? ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഇതങ്ങോട്ട് കേട്ട് കഴിയുമ്പോൾ ഹവ മിക്കവാറും ചെറുവരിൽ ഇങ്ങനെ കടിച്ചിട്ട് ഉപ്പുറ്റിക്കാലം കൊണ്ട് ഇങ്ങനെ വട്ടം കറങ്ങിട്ട് പറഞ്ഞ് നിശ്ചയം പറഞ്ഞത് കറക്റ്റ്. ആമേൻ. അത്രയും പോസിറ്റീവ് അല്ലേ സാധനം? എന്തൊരു ശക്തമായ പ്രേമഗീതമാണത്. എൻ്റെ അസ്ഥി നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടുനോക്കി. നിങ്ങൾ ഈ പള്ളിയിൽ വരുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് ചോദിക്കുകയാണ്, ചേച്ചി എന്തി ഈ നിൽക്കണല്ലേ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും. അങ്ങനെ മറ്റേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? ഒരിക്കൽ ഞാനിങ്ങനെ ധ്യാനം നടത്തിയപ്പോൾ പറഞ്ഞു, അപ്പോൾ നല്ല ഭംഗിയായിട്ട് ആളുകൾ കൂടുക. അപ്പോൾ ഞാൻ പറഞ്ഞ ക്ലാസ് നാളെ ഉണ്ട്. നിങ്ങളുടെ ഭാര്യമാരെ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് മടിയിലേക്ക് ഇരുത്തി എൻ്റെ അസ്ഥിയുടെ അസ്ഥി മാംസത്തിൻ്റെ മാംസം എന്നൊക്കെ പറയണം. ഞാൻ വൈകുന്നേരം പള്ളി ചെല്ലുമ്പോൾ കുറേ ചെറുപ്പക്കാർ പറഞ്ഞു, ഇന്നലത്തെ പോലത്തെ മെനക്കെട്ട പണി കാണിക്കരുത്. ചോദിച്ചു അതെന്നാ? മടിയിലിരുത്താൻ പറഞ്ഞിട്ട് 2-3 പേര് എടുത്തു, എല്ലാത്തിൻ്റെ നടുമിന്നിരിക്കുകയെന്ന്. ചുമ്മാ അങ്ങനെ അവർ പറഞ്ഞതാണ്, പിള്ളേർ തമാശയ്ക്ക് പറഞ്ഞതാണ്. ഒരു പരസ്പരം കൂടെ മനസ്സിലാക്കുക. ശരി, ഇനി കേട്ടോണം കേട്ടോ. നരനിൽ നിന്ന് എടുത്തത് കൊണ്ട് നാരി എന്ന് വിളിക്കപ്പെടും. അക്ഷരമൊന്നും തെറ്റരുത്. അതിനാൽ ചിലർക്ക് അക്ഷരം തെറ്റും, നാരി എന്ന് വിളിക്കുമ്പോഴേ. ഇനി കേട്ടോളാം. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. കണ്ടോ? തളർന്നിരുന്ന ചേച്ചി വരാം. അതൊന്നോടെ പറഞ്ഞാച്ചാ. പുരുഷൻ മാതാപിതാക്കളെ വിട്ട്, അല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. സ്ത്രീ മാതാപിതാക്കളെ വിട്ട് പുരുഷനോടാണല്ലോ ചേരുന്നത്. പിന്നെ എന്താ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞത്? പഴയ നിയമത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എഫെസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ 3 സ്ഥലത്ത് പറയുകയാണ് പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും. അതിന് അർത്ഥം പറയാതെ അവർ ഒറ്റ ശരീരമായി തീരും. ഇനി കേട്ടോളം കേട്ടോ. അങ്ങനെയുള്ള കുടുംബത്തിന്റെ 2-3 പ്രത്യേകതകളുടെ ബൈബിൾ പറയുകയാണ്. അവർ ഒറ്റ ശരീരമാകും. പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. മറച്ചു വെക്കേണ്ട പലതും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് സൂര്യനെ നോക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്തെങ്കിലും ഒരു മറ വേണം അല്ലേ? ഇവർ നഗ്നരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറച്ചു വെക്കേണ്ടത് ഈ ഫിസിക്കൽ ബോഡിയിൽ അല്ലെന്നേ, ഇവരുടെ ആന്തരികതയിൽ എന്തൊക്കെയോ മറച്ചു വെക്കേണ്ടത്. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യമോ കോപോ കൊതികുത്തോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അടുത്ത വാക്ക്, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടോ, പുരുഷന് അവന്റെ സ്ത്രീയെ ഓർത്തിട്ടോ സ്ത്രീക്ക് അവന്റെ പുരുഷനെ ഓർത്തിട്ടോ ലജ്ജ തോന്നിയില്ല. ഇയാളെന്താ ഇങ്ങനെ, ഇവളെന്താ ഇങ്ങനെ വർത്താനം പറയണേ? ഇങ്ങനത്തെ ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല. അവർക്ക് 2 പേർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. നഗ്നരായിരുന്നു. ബൈബിൾ എഴുതിയിരിക്കുകയാണ്. അത് എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നമ്മൾ പഠിക്കാൻ വേണ്ടി എഴുതിയിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. അവർ നഗ്നരായിരുന്നു, പക്ഷെ ലജ്ജ തോന്നിയില്ല. ഉത്തരം നിങ്ങൾ പറയണം. എന്തുകൊണ്ട് ലജ്ജ തോന്നിയില്ല? നഗ്നത മറയ്ക്കുന്ന ഒരു വസ്ത്രം ഇരുവർക്കും ഉണ്ടായിരുന്നു. അതേതാ? ഞാൻ നേരത്തെ പറഞ്ഞു. ഏത് വസ്ത്രമാണ്? പറ. വെരി ഗുഡ്, താങ്ക് യു, കൺഗ്രാജുലേഷൻ. കൃപാവസ്ത്രം. കൃപ. ഇതാ ഞാൻ പറഞ്ഞേ, കൃപ 2 പേർക്കുള്ളത് കൊണ്ട് ലജ്ജിക്കേണ്ട പലതും ആ ഭവനത്തിലേക്ക് വന്നാലും അവർക്ക് ഒരു കുഴപ്പമില്ല. കൃപ. എന്ത് സ്നേഹം എന്നറിയ വീട്ടില്. അടുത്തത്, ഈ സ്നേഹം ആ വീട്ടിൽ നിന്ന് പോകാതിരിക്കാൻ പിതാവായ ദൈവം ഈ കൃപ പോകാതെ ഈ സ്നേഹത്തിൽ തന്നെ അവർ നിൽക്കാൻ, അവർ നിൽക്കാൻ ദൈവമായ കർത്താവ് അവർക്കൊരു മരുന്നും കൂടെ കൊടുത്തു. ആന്റിബയോട്ടിക് കൊടുക്കുന്ന പോലെ കൊടുത്തത്. അവരോട് പറഞ്ഞു, ഈ മരുന്ന് കഴിച്ചാൽ ഈ കൃപ ഒരിക്കലും പോവില്ല, ഈ സ്നേഹം ഒരിക്കലും പോവില്ല. ഈ മരുന്ന് സമയാസമയം കഴിച്ചോളാം. എന്നാന്നറിയോ? പാരസെറ്റമോൾ അല്ല. എന്നാ കൊടുത്തെന്നറിയോ? ഒരു ബൈബിളും കൊടുത്തവർക്ക്. അവരുടെ 2
രണ്ടുപേരുടെ കയ്യിലേക്ക് ഒരു വചനം കൊടുത്തു. ആദ്യത്തെ ബൈബിളിൽ ഒരേ ഒരു വാക്യമുള്ളൂ. അവരോട് പറഞ്ഞു, എല്ലാ ദിവസവും ഇത് നെഞ്ചിനകത്തുണ്ടായിരിക്കണം. തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾക്ക് തിന്നാം, നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും. അത്രേ ഉള്ളൂ. എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോൾ ആദമും ഹവ്വയും കൂടെ പാട്ടൊക്കെ പാടി ഹല്ലേലൂയൊക്കെ പറഞ്ഞ് വേദോസം വായിക്കും. വേദോസം ഇത്രയേ ഉള്ളൂ. തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിന്റെയും ഫലം ഞങ്ങൾക്ക് തിന്നാം, നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നാൽ ഞങ്ങൾ മരിക്കും. ആമേൻ എന്ന് പറഞ്ഞ് എഴുതിട്ട് ഡെയിലി ബൈബിൾ വായിച്ച് അവരുടെ നെഞ്ചിനകത്ത് ബൈബിൾ ഇരിക്കുക. ഒരു ദിവസം ആദമും ഹവ്വയും കൂടെ ഇങ്ങനെ നടന്നു പോയപ്പം ഹവ്വ ചോദിച്ചു, ഇച്ചായ നമ്മളെല്ലാ പഴം പറിച്ച് തിന്നാറുണ്ട്, ഈ വൃക്ഷഫലം തിന്നില്ലല്ലോ. അപ്പോൾ ആദം, എടി നീ എന്നെ പറയണേ, നമ്മൾ രാവിലെ ശരിയാ ബൈബിൾ വായിച്ചു. അവർ പരസ്പരം തിരുത്തി പ്രാർത്ഥിച്ചു, വചനം ഓർത്തു. ഒരു ദിവസം ആദം ചോദിച്ചു, മോളെ അതും കയറി പറിച്ചാലോ? അപ്പോൾ ഹവ്വ പറഞ്ഞു, ഇച്ചായൻ എന്തേ പറയണേ? ബൈബിൾ. ശരിയാ, ദൈവം പറഞ്ഞതാണ് വിശ്വസിക്കേണ്ടത്. അവരിങ്ങനെ ആ പഴമൊന്നും തിന്നാതെ ദൈവവചനം അനുസരിച്ച് ജീവിച്ചു. സ്നേഹം മാത്രം. അപ്പം ഞാൻ ആ വീട്ടിൽ ചെന്നെന്ന് വിചാരിക്കുക, റജിയച്ചൻ നമ്മൾ ഇച്ചിരി കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ കൗൺസിലിങ്ങിന് ആരും വരുന്നില്ല. ഏതെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കി കഴിഞ്ഞാലാണല്ലോ കൗൺസിലിങ്ങിന് ആരെങ്കിലും വരുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ആ വീട്ടിൽ ചെന്നിട്ട് ഒരു ബഹളം ഉണ്ടാക്കാം. അപ്പം ഞാൻ മെല്ലെ ആദമിൻ്റെ ഹവ്വയുടെ വീട്ടിൽ ചെന്ന് കൂട്ടുക നിങ്ങൾ കോളിംഗ് ബെല്ലടിച്ചു. ആദം വാതിൽ തുറന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇച്ചായ അപ്പച്ച എന്നാ ഉണ്ട് വിശേഷം? അപ്പോൾ ആദം പറഞ്ഞു, ആ അച്ഛനാണോ, വായിരിക്കും. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ അകത്ത് കയറി. ഞാൻ ചോദിച്ചു, അപ്പച്ച എന്നാ ഉണ്ട് വിശേഷം? ഓ സന്തോഷം. ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്തി? അവൾ ആ തൊഴുത്തിൽ എന്താ പശുവിനെ കറക്കും എന്തോ ചെയ്യാണ്. അപ്പം ഞാൻ എൻ്റെ തനി സ്വഭാവം കാണിച്ചെന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞു, അപ്പച്ച എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാ അച്ഛൻ? അമ്മച്ചീനെ ഒന്ന് സൂക്ഷിക്കണം, നല്ലതാണ്. അതെന്നെ അച്ഛൻ അങ്ങനെ പറഞ്ഞേ? അപ്പം ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ പള്ളിയിലേക്ക് പോണ വഴിക്ക് അമ്മച്ചി അവിടെ ഒരു പുള്ളിമാനുമായിട്ട് എന്തോ ചാറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ നോട്ട് എഴുതുവാണോ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സാധനം പറഞ്ഞതേ ഉള്ളൂ. ആ എന്തോ അവർ തമ്മിൽ അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പച്ചനൊന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ആദം എന്നോട് എന്താ പറയുക? അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കെ അവളെൻ്റെ അസ്ഥിയുടെ മാംസത്തിൻ്റെ വല്ലതും കേൾക്കുവാ വീട്ടിൽ. അപ്പം ഞാൻ പുറകിൽ കൂടെ പോയിട്ട് തൊഴുത്തി ചെന്നിട്ട് ഹവ്വാമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഒന്ന് സൂക്ഷിക്കണം, നല്ലതാണ്. എന്നാച്ചാ ഇന്നലെ അവിടെ ഒരു പെൺമയിൽ ആടുമ്പം ആദം അതിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കണം ഞാൻ കണ്ടായിരുന്നു. അമ്മച്ചി എൻ്റെ തൊഴുത്തിൽ നിന്ന് തന്നെ ഒരു ചാണകത്തെറി ഒടിവില്ലേ. ഇപ്പോഴും കൂടെ ഞാൻ എൻ്റെ ഇച്ചായൻ്റെ നെഞ്ചത്ത് ചാരി കിടന്നിട്ട് വന്നിട്ടേ ഉള്ളൂ. ഞങ്ങൾ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസമാണ്. ചുരുക്കി പറഞ്ഞാൽ ആ വീടിനെ തകർക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? എന്തെങ്കിലും ഒന്ന് പറ. അത്രയ്ക്ക് സ്നേഹമാണ്. ഇനി കേൾക്കുക, ഇത് കണ്ടിട്ട് പിശാചിന് സഹിക്കുന്നില്ല. ഇത്രയും സ്നേഹത്തോടെ ഒരു വീട് പോകുന്നത് കണ്ടിട്ട് പിശാചിന് സഹിക്കുന്നില്ല. ഒരു ദിവസം ഹവ്വ ഇങ്ങനെ പോവാണ്. എനിക്കൊന്ന് ആദം എന്തോ തൊഴിലുറപ്പിന് പോയപ്പോൾ ഹവ്വ വെള്ളം കൊണ്ട് പോയത് എന്തോ ആണെന്ന് തോന്നുന്നു. എന്താണേലും ഒറ്റയ്ക്ക് ഇങ്ങനെ പോവാണ് ഹവ്വ. അപ്പം മരത്തിൻ്റെ മുകളിൽ നിന്ന് പാമ്പ്, എന്തേ എന്നെ ഈ പഴം തിന്നാത്തത്? ഞങ്ങളത് തിന്നില്ല, തിന്നാൽ മരിക്കും. ഹവ്വ കയ്യിൽ നിന്നൊരു സാധനം കൂടെ ഇട്ട്, ദൈവം പറയാത്തതും കൂടെ ഹവ്വ ഇട്ട്, തിന്നാൻ മരിക്കുന്ന അത്രയല്ല, അത് തുടരുതെന്ന് വരെ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും ദൈവം പറഞ്ഞില്ല. ചില സാധനം നമ്മൾ കയ്യിൽ നിന്നിട്ട് വലിയ വിശുദ്ധി കാണിക്കൂലേ, അവരാദ്യം വീഴും. ആ തുടരുതെന്ന് വരെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ തൊട്ടാ കുഴപ്പം? മരിക്കും. അപ്പോൾ പിശാച് പറയാണ്, ചുമ്മാ പറഞ്ഞത്, ദൈവം ചുമ്മാ പറഞ്ഞത്, നുണയാന്നേ. പിന്നെ എങ്ങനെയാ? തിന്നാൽ നിങ്ങൾ ജീവിക്കും, കണ്ണു തുറക്കും, ദൈവത്തെ പോലെയാകും, നന്മ തിന്മകൾ അറിയും. കുറെ ഓഫറും കിട്ടുകൊടുത്തു. ഈ ലോകമാണ് ഇപ്പോൾ പാമ്പെന്ന് പറഞ്ഞാൽ ഈ ലോകമാണ് നമ്മളോട് പറയുന്നത്. ചെറുപ്പക്കാരോട്, എടാ MDMA ഒന്ന് രുചിച്ചോ, നോ പ്രോബ്ലം, നല്ല ഓണായിരിക്കും, ഫുൾ ഫിറ്റ് ആയിരിക്കും, നല്ല രസമായിരിക്കും. ഇതങ്ങോട്ട് കേൾക്കുക. കല്യാണം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലേ, നമ്മൾ വീട്ടിലേക്ക് ഫോൺ വിളിക്കും, മമ്മി ഞാനിവിടെ വന്നു. ഇപ്പം മമ്മി അവിടെ നിന്ന്, മോളെ അവൻ്റെ അമ്മ എവിടെ ഉണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം നന്ന് തള്ളനെ ആദ്യം തന്നെ ഒതുക്കിക്കൊള്ളണം കേട്ടോ. ഇങ്ങനെ ഓരോന്ന് കിട്ടൂലേ, ഈ സാധനത്തിൻ്റെ പേരാണ്. പിശാച് ഇങ്ങനെ ഓരോ സാധനം ഇട്ട് കൊടുത്ത്. ഹവ്വ പറഞ്ഞു, ആണോ എന്നാ കൊണ്ട. ഹവ്വ തിന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സന്തോഷം. ഇച്ചായനോട് പറഞ്ഞു, ഇച്ചായ ഇത് കഴിച്ചോ? പുള്ളിയും തിന്ന്. അടുത്തെന്താ ബൈബിളിൽ എഴുതിയെന്നറിയോ? ദൈവത്തെ അവിശ്വസിച്ചപ്പോൾ, ഈ പ്രമാണം ലംഘിച്ചപ്പോൾ, കേൾക്കണം, അതൂത് അങ്ങനെ തന്നെ കേൾക്കണം, ദൈവം പറഞ്ഞത് ലംഘിച്ചപ്പോൾ, ദൈവവചനം ലംഘിച്ചപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. എത്ര നേരം കണ്ണടച്ചാണ് അവർ നടന്നത്? അല്ല, കാഴ്ചപ്പാട് മാറി. ആദ്യം അവർക്ക് എന്താ മനസ്സിലായെന്നറിയോ? തങ്ങൾ നഗ്നരാണ് എന്നവർക്ക് മനസ്സിലായി. നേരത്തെയോ? അതാ ഞാൻ അങ്ങനെ വിസ്തരിച്ച് ആദ്യം പറഞ്ഞു. നേരത്തെയോ നഗ്നരായിരുന്നു, ഇപ്പോഴും നഗ്നരാണ്. അവർക്ക് ലജ്ജ തോന്നി. ആദ്യം ലജ്ജ തോന്നിയില്ല,
അയ്യേ ഇയാളെന്താ ഇങ്ങനെ? അവർക്ക് പരസ്പരം സ്വീകരിക്കാൻ പറ്റാതെയായി. അവർക്കിനി സ്വീകരിക്കണമെങ്കിൽ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടിടണം. അവർ അത്തിയില കൊണ്ട് പരസ്പരം മറച്ചു വെച്ചു. ഇന്ന് കുടുംബങ്ങൾ അങ്ങനെയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിന് മുമ്പിൽ എല്ലാം തുറന്നു പറയാൻ പറ്റുന്നില്ല. ഭർത്താവിന് ഭാര്യയുടെ മുമ്പിൽ എല്ലാം തുറന്നു പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഭാര്യയുടെ മൊബൈൽ ഭർത്താവിന് നോക്കാൻ കൊടുക്കില്ല, ഭർത്താവിന്റെ മൊബൈൽ ഭാര്യയ്ക്ക് നോക്കാൻ കൊടുക്കില്ല. 4 സ്റ്റാർ കിട്ടാ കുട്ടിയേക്കണേ, തൊടാൻ പോലും പറ്റത്തില്ല. സന്ദേശം മെസ്സേജ്, ഭാര്യയ്ക്ക് വന്ന മെസ്സേജ് ഭർത്താവ് എടുത്താൽ പിന്നെ ആ വീട് തകർന്നെന്ന് കൂട്ടിയാൽ മതി. ഇന്നത്തെ കാലഘട്ടത്തിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന വീടുകളായി മാറി. ഇതാണ് അത്തിയില. ഇങ്ങനെ അത്തിയില വെച്ചിരിക്കുകയാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഇനി കേൾക്കണം. അപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിലേക്ക് എഴുന്നള്ളി. കേട്ടെ, ഒരു നല്ല ദൂത് കേട്ടെ, ഒരു നല്ല ദൂത് കേട്ടെ. മനുഷ്യൻ പാപം ചെയ്തോ ഇല്ലയോ? ഇപ്പം പറ, ചെയ്തു. മനുഷ്യൻ പാപം ചെയ്തിട്ടും, ഇതാണ് ദൈവം, മനുഷ്യൻ പാപം ചെയ്തിട്ടും വെയിലാറിയപ്പോൾ ദൈവം ഇറങ്ങി വന്ന് ദൈവം ഇങ്ങനെ മാറി നിന്നിട്ട്, ആ ഇവന്മാരെല്ലാം പാപം ചെയ്ത് ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ല. മനുഷ്യൻ പാപം ചെയ്തിട്ടും അവന് വീണ്ടെടുക്കാൻ ദൈവം വന്നു. മനുഷ്യൻ ഓടി, മരത്തിന്റെ ചോട്ടിൽ ഓടിയിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വരല്ലേ, എനിക്ക് പേടിയാണ്. ദൈവം ചോദിച്ചു, എന്നെ പറ്റിയേ? ഞാൻ നഗ്നനാണ്, തിന്നരുതെന്ന് പറഞ്ഞു, നീ തിന്നോ? പുള്ളി എന്നാ പറഞ്ഞെന്നറിയോ? ഞാൻ തിന്നതല്ല, ആ തള്ള തന്നതാണ്. പുള്ളി നേരെ സ്വഭാവം മാറ്റി കളഞ്ഞു. ഞാൻ തിന്നതല്ല, അവള് തന്നു. ആര്? നീ എന്റെ കൂടെ ഇരിക്കാൻ തന്ന സ്ത്രീ തന്നു. ആകെ പ്രശ്നമായി. ആദം പറയാണ്, എന്റെ വീഴ്ചയ്ക്ക് കാരണം അവളാണ്. അവളെ തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഒറ്റയ്ക്ക് മര്യാദക്കിരുന്നേനെ. ഇവള് എന്റെ ഭവനത്തിലേക്ക് കയറിയതാണ്. ഇന്ന് ഈ 2025 നമ്മുടെ ചില വീടുകളിൽ കേൾക്കില്ലേ, അവക്കടെ കഴുത്തേൽ അത് മുറുക്കിയേ പിന്നെ എന്റെ അച്ചോ, അവക്കടെ തൃക്കാല് വെച്ചേ പിന്നെ. നിങ്ങളിത് കേൾക്കാത്ത പോലെ മിക്ക വീടുകളിൽ ഇത് കേൾക്കാൻ തുടങ്ങി. അവള് വന്നേ പിന്നെ എന്റെ അച്ഛ. ഞങ്ങളുടെ കുടുംബത്തിൽ നല്ലതായിരുന്നു അറിയാം. ദൈവം ഹവ്വയോട് ചോദിച്ചു, ഹവ്വ എന്നാ പറ്റിയേ? ഹവ്വ എന്നെ പറഞ്ഞെന്നറിയും. ഹവ്വ എന്നെ പറഞ്ഞു? ഹവ്വ പറഞ്ഞു, ഞാനല്ല കർത്താവേ, അയാളും അയാളുടെ ആൾക്കാരും. പാമ്പാരുടെ? നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പാമ്പാരുടെ? ആദത്തിന്റെ. കണ്ടോ, അതായത് ദൂത്. പാമ്പ് ആദത്തിന്റെയാണ്. ഹവ്വ എന്താ പറഞ്ഞേ? അയാൾക്കടെ ആൾക്കാര്. അവർ പറ്റിച്ചതാണ് തമ്പുരാൻ. എന്റെ കുഴപ്പമല്ല. അയാൾക്കടെ പെങ്ങന്മാരും അയാൾക്കടെ അമ്മയും അയാൾക്കടെ നാത്തൂന്മാരും അയാളുടെ ടീമെല്ലാം കൂടെ എന്നെ തകർത്തു. ഇതല്ലേ ഇന്ന് നമ്മുടെ വീട്? സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഒന്ന് കേട്ടോളൂ, ഒന്ന് കേട്ടോളൂ. ദൈവം കൃപയിൽ സ്ഥാപിച്ച കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദൂത് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അത് തകരാനുള്ള കാരണം ആ പുരുഷന്റെയും ആ സ്ത്രീയുടെയും അവരുടെ രണ്ടുപേരുടെയും അനുവാദം കൂടാതെ ആരെയും അതിനകത്ത് പ്രവേശിപ്പിക്കരുത്. ശരിയാ, നിന്റെ ആങ്ങളായിരിക്കും, നിന്റെ കസിനായിരിക്കും, നിന്റെ കൂട്ടുകാരനായിരിക്കും, നിന്റെ അതായിരിക്കും, നിന്റെ ഇതായിരിക്കും. അവൾക്ക് താല്പര്യമില്ലാത്തത് നീ ആ വീട്ടിൽ കയറ്റരുത്. അവന് ഇഷ്ടമില്ലാത്തത് നീ ആ വീട്ടിൽ കയറ്റരുത്. ആദം അറിയാതെ ഹവ്വ പാമ്പിനെ വീടിനകത്ത് കയറ്റി. വീട് പൊളിഞ്ഞ്. ശരിയാണ്, നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പല ബന്ധങ്ങളും സ്നേഹങ്ങളും കൂട്ടുകാരും ഒക്കെ ഉണ്ടാവും. അവിഹിത ബന്ധമൊന്നുമല്ല, നല്ല ബന്ധങ്ങളുണ്ടാവും. ചിലപ്പോൾ നിന്റെ ജീവിത പങ്കാളിക്ക് അത് ഇഷ്ടമല്ല, മാറ്റി നിർത്തിയേക്കും. ചിലപ്പോൾ നിന്റെ ചില പ്രവർത്തികൾ, നേരത്തെ നീ വലിയ കേമനായിരിക്കും, കുടുംബജീവിതം തുടങ്ങിയപ്പോൾ ആര് പറഞ്ഞു, ചായ അതെനിക്ക് പറ്റില്ല. പറ്റില്ല. രണ്ടുപേരും ഒന്നിച്ച് സ്വീകരിക്കാത്തത് വീട്ടിലേക്ക് സ്വീകരിക്കരുത്. അങ്ങനെ സ്വീകരിച്ചതിന്റെ ദുരന്തമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്. ആദം അറിയാതെ ഹവ്വ ആരെയോ വീടിനകത്ത് കയറ്റി. വീട് പൊളിഞ്ഞു, വചനം ലംഘിക്കപ്പെട്ടു, ദൈവത്തെ സ്വീകരിക്കാൻ പറ്റുന്നില്ല, കുടുംബം തകർന്ന്. ഇപ്പൊ എന്തൊക്കെ വികാരങ്ങളുണ്ടായി വീട്ടിൽ നിന്നറിയോ? ലജ്ജ. ഇതുവരെ ഉണ്ടാകാത്തൊരു പുതിയ വികാരം ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ഭയം. ഭയം. ഭയത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഭയത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ധൈര്യം. അത് സ്കൂളിലൊക്കെ എഴുതാം, ബൈബിളിൽ അങ്ങനെയല്ല. ഭയത്തിന്റെ ഓപ്പോസിറ്റ് സ്നേഹമാണ്. 1 യോഹന്നാൻ 4:18 പൂർണ്ണമായ സ്നേഹം ഭയത്തെ ഇല്ലാതാക്കുന്നു. ഒരിക്കലൊരു കൊച്ചിനെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ അവളെ അത് കൗൺസിലിങ്ങിനും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങൾ ധ്യാനയന്ത്രത്തിൽ ഇങ്ങനെ ശനിയാഴ്ച ധ്യാനം നടക്കുകയാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ ബാംഗ്ലൂർ പഠിക്കാൻ വിട്ടതാണ്. പഠിക്കാൻ വിട്ട് കഴിഞ്ഞപ്പം അവിടെ അവരെന്താണ്ട് പറഞ്ഞ് ഹോസ്റ്റലിൽ എന്താ പറയുക അതുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചങ്ങ് പേടിച്ച് വിറച്ച്, കൂടെയുള്ള പെൺപിള്ളേർ എന്തൊക്കെ പറഞ്ഞ് പേടിച്ച് വിറച്ച് ഇരിക്കുകയാണ്. ഇതിങ്ങനെ കൂടി കൂടി പോയി വന്നിട്ട് ഈ കൊച്ചിനിപ്പോൾ മുറിക്കകത്ത് ഒറ്റയ്ക്കിരിക്കും. എന്നിട്ട് ഭയം വന്നു കഴിയുമ്പോൾ ഈ പുള്ളിക്കാരത്തി മുടി തന്നെ വലിച്ചു കുറയ്ക്കും. മുടി ഇങ്ങനെ വലിച്ചു കുറയ്ക്കും. എന്നിട്ടും അവൾക്ക് അവളുടെ നിയന്ത്രിക്കാൻ പറ്റില്ല, ഭിത്തി കൊണ്ട് തലയിടിക്കും.
ഇപ്പോൾ കോളേജിലേക്ക് വിടാൻ പറ്റില്ല, ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ അവർ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഡോക്ടർമാരിങ്ങനെ സഡേഷനുള്ള മരുന്ന് ഇതൊക്കെ കൊടുത്തു, കാരണം ഇത് ശരിയായി കിട്ടണമല്ലോ, അപ്പോൾ പേടിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒന്ന് കഴിഞ്ഞപ്പം അവർ തിരിച്ചു കൊണ്ട് വഴിക്ക് ഇങ്ങനെ ധ്യാനേന്ദ്രത്തിൽ ഞങ്ങൾ 2-3 അച്ഛന്മാരും അവിടെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ധ്യാനത്തിന് ഇരുത്തി. അപ്പോൾ കൊച്ചിനോട് ഇങ്ങനെ കൊച്ചു പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര പേടി വരിക, ധൈര്യം കിട്ടുന്നില്ല. എനിക്ക് ധൈര്യം കിട്ടണേ എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്തുണ്ടായിരുന്നു. അമ്മയ്ക്ക് കോളേജിൽ പോയിരിക്കാൻ പറ്റുമോ, നേഴ്സിങ്ങിന് പഠിക്കുന്ന കൊച്ചിന് കോളേജിൽ പോയിരിക്കാൻ പറ്റും, അമ്മ ഉണ്ടെങ്കിൽ അവൾക്ക് കുഴപ്പമില്ല, അവൾക്ക് ധൈര്യം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ചു, എന്നിട്ട് ഒരു പൊക്കളം പറഞ്ഞു, പ്രാർത്ഥിച്ചു വിട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ശരിയായോ? ഇല്ല ചോ, ഒരു മാറ്റമില്ല, വ്യത്യാസമൊന്നുമില്ല, അങ്ങനെ തന്നെ പേടിയാണ്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പള്ളിക്ക് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ മുറി കേട്ടിട്ട് ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു മരുന്ന് തരാം, നീ ഇത് കഴിച്ചോളൂ. അപ്പോൾ അവൾ ചോദിച്ചു, ഇനി അച്ഛൻ വല്ല വെള്ളം വാഴ്ത്തി തരണയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞതല്ല. 1 യോഹന്നാൻ 4-18 തിരുവചനം, പോകുമ്പോഴും വരുമ്പോഴെല്ലാം നീ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 1 യോഹന്നാൻ 4:18, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. പിറ്റേ ആഴ്ചപ്പെട്ട് വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല അഡ്മിറ്റ് ആയിരിക്കുന്നു. 2-3 മാസം കഴിഞ്ഞപ്പോൾ അവർ വന്നു പറഞ്ഞു, എൻ്റെ അച്ഛാ, ആ വചനം വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെ കൊച്ചിൽ നിന്ന് ആ ഭയം ദൈവം എടുത്തു കളഞ്ഞു. പറ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, ആ വചനം വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഭയം വിട്ടുപോയി. സഹോദരങ്ങളെ, ഇപ്പോൾ ഭയം ഉണ്ടാകാൻ തുടങ്ങി ആദാമിന്. സ്നേഹവാനായ ദൈവം വരുമ്പോൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഈ ആദാമിന് ചെയ്യാൻ പറ്റിയ 1-2 കാര്യം ഉണ്ടായിരുന്നു. എന്നറിയോ? ആദാമിന് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ആ ദൈവത്തോട് ദൈവം ഇങ്ങനെ ചോദിച്ചു, ആദം നീ പാപം ചെയ്തോ? ആദാമിന് പറയാൻ നല്ലൊരു ഓപ്ഷൻ വരുന്നു, കർത്താവേ പറ്റിപ്പോയി, വീണുപോയി. അങ്ങനെ പറഞ്ഞ് ഒന്ന് പാപം ഏറ്റെടുത്തിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നായി മാറിയേനെ. പകരം കുറ്റപ്പെടുത്തൽ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് ഇന്നത്തെ പ്രയാസത്തിൻ്റെ കാരണം ഇങ്ങനത്തെ ഒരു കെട്ടിയോനെ കിട്ടിയത് കൊണ്ടാണ്, ഇങ്ങനത്തെ ഒരു ഭാര്യയെ കിട്ടിയത് കൊണ്ടാണ്, അവളാണ് നന്നാകേണ്ടത്, അവനാണ് നന്നാകേണ്ടതെന്നും പറഞ്ഞ് പരസ്പരം പഴിചാരിക്കൊണ്ടിരുന്നാൽ ദൈവകൃപ വ്യാപരിക്കില്ല. പകരം ഞാൻ എന്താണ് ദൈവമേ ചെയ്യേണ്ടത്? നമ്മൾ ചില വിട്ടുവീഴ്ച നടത്തിയാലുണ്ടോ വീടിനകത്ത് വലിയ അത്ഭുതം നടക്കും. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയും. എനിക്കാദ്യം വീടൊന്നും ഉണ്ടായിരുന്നില്ല, വീടൊന്നുമില്ല, ഇച്ചിരി ഒരു കുഞ്ഞു വീടും സാഹചര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ ഞാൻ നേരെ പറഞ്ഞില്ല, നമ്മൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങി, കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു, വീട് വെക്കാനുള്ള സൗകര്യം കിട്ടി. അപ്പോൾ ഞാൻ ഒരു വീട് വെച്ചു. വീടില്ലാത്തവർക്ക് വീടുണ്ടായി കഴിയുമ്പോൾ ഒരു അഹങ്കാരമായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ തെറ്റില്ലാത്തൊരു വീട് ഞാൻ പണിതു. വീട് പണിത് കഴിയുമ്പം എനിക്ക് 3 മക്കളാണ്, ഞാൻ പറഞ്ഞല്ലോ. അന്ന് മൂത്ത കൊച്ച് 2-ലും 3-ലും പഠിക്കുന്നു, അതിൻ്റെ താഴത്തെ കൊച്ച് 1-ൽ പഠിക്കുന്നു, ഏറ്റവും ചെറിയ കൊച്ച് ഇങ്ങനെ കമന്ന് നീന്തുള്ളൂ ആ പ്രായം. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, എടീ സിനി, ഞാനൊരു കാര്യം പറയാം, ടൗണിലുള്ള വീട്, നമ്മുടെ വീട് ഇങ്ങനെ ഇതാണ്, ചിലപ്പോൾ പലപ്പോഴും അച്ഛന്മാർ പലരൊക്കെ ചിലപ്പോൾ കയറി വന്നു വരും. പഴയ വീട് കിടന്നപോലെ കിടക്കാൻ പാടില്ല, നല്ല വൃത്തിയും മെനയായിട്ട് അടിച്ച് തൂത്ത് വൃത്തിയായിട്ടുണ്ട്. ഈ പുള്ളിക്കാരിക്ക് ഒരു പ്രൈവറ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന, രാവിലെ 8 മണിക്ക് 8:45 ബസ്സിന് പോകണം. 5 മണി കഴിഞ്ഞിട്ട് 3 മണിക്കൂർ പണിയെടുത്താലാണ് മൂത്ത 2 പിള്ളേരെ സ്കൂളിൽ വിടണം. കുറേ പണിയുണ്ട്. പിന്നെ ചെറിയ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കണം, ഇത്രയും കാര്യങ്ങൾ അതിന് ചെയ്യണം. എന്നിട്ട് വേണം 8 മണിൻ്റെ ബസ്സിന് കയറി പോകാൻ. വൈകുന്നേരം 5-6 മണിയാകുമ്പോൾ വരുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ നീ വീടൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്നോളണം. പിന്നെ അതെ, ഞാനൊരു കാര്യം പറഞ്ഞു, ഈ ഹാളിൽ അപ്പുറത്തും ഇപ്പുറത്ത് 2 ഡൂം ലൈറ്റ് കണ്ടോ? ഡൂം ലൈറ്റ് അതെനിക്ക് വിദേശത്തു നിന്ന് ഒരു ചേട്ടൻ തന്നതാണ്. അത് ഒന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതുപോലെ പിന്നെ ഇവിടെ ഇന്ത്യ കിട്ടത്തില്ല. 250 രൂപ എന്നതിൻ്റെ വിലയുള്ളൂ. അന്ന് അവിടെ നമുക്ക് നാട്ടിലേക്ക് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് അതിങ്ങനെ വെറുതെ വെച്ചിരിക്കുന്നതാണ്, നീ ഈ ചൂലും കൊണ്ട് തട്ടിപ്പോകുമ്പോൾ അതൊന്നും തട്ടാതെ സൂക്ഷിക്കണം. എൻ്റെ പറച്ചിലൊക്കെ കേട്ടപ്പം അവൾക്ക് തന്നെ പേടി. അവൾ പറഞ്ഞു, ഉത്തരവ് അവിടെ ഞാൻ ശ്രദ്ധിച്ചോളാം പാവത്തിൽ. ഒരു ദിവസം ഞാനിങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരത്തി ചൂല് കൊണ്ട് തട്ടിപ്പോയപ്പോൾ ഇങ്ങനെ തട്ടിയപ്പോൾ ഈ സാധനത്തിൽ ചെന്ന് ചൂലൊക്കെ തട്ടി, ഇതിങ്ങനെ പമ്പരം പോലെ കറങ്ങിയിട്ട് നിലത്ത് വീണ് ഒരു 5-8 കഷ്ണാട്ടൊക്കെ പൊട്ടി. എനിക്കങ്ങോട്ട് കലി അറിച്ചു വന്നിട്ട്, നിന്നോട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുള്ളൂ, അല്ലെങ്കിലും നിനക്ക് അനുസരണമില്ല, മറ്റത് മറച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി ചൂലൊക്കെ പിടിച്ചുകൊണ്ട് വിറച്ചിങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞു, അല്ല ഇത് ശരിയായ സ്വഭാവമല്ല, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതെങ്ങനെ എന്ന് പറഞ്ഞു ഒരുപാട് ബഹളം. മക്കളൊക്കെ പേടിച്ച് വറച്ച് അപ്പൻ്റെ ഭ്രാന്ത് ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇവിടെ എന്നോട് പറയുകയാണ്, അച്ഛാ പൊട്ടിപ്പോയില്ലേ, സാരമില്ലെന്നു. ഇതും കൂടെ കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പൊട്ടിച്ചതും പോരാ, സാരമില്ല, നിനക്ക് സാരമില്ലെങ്കിൽ എനിക്ക് സാരമുണ്ട്. അപ്പം അമ്മച്ചി പറഞ്ഞു, പോട്ടെ അച്ഛാ, അമ്മച്ചിക്ക് അങ്ങനെ പറയാം, അതാണ് ഇതാണ്. ഞങ്ങളുടെ വീട്ടിൽ കൂട്ട വഴക്ക്. അത് കരഞ്ഞുകൊണ്ട് ഓഫീസിൽ പോയി. വൈകുന്നേരം 12 നേരം നോക്കിയപ്പോൾ ഞാൻ ഭയങ്കര ഭാവത്തിൽ 2-3 ദിവസത്തേക്ക് വീട്ടിൽ 144 ഭയങ്കര സ്ട്രോങ്.
അവൾ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചായ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് എൻ്റെ തരും മറ്റേ ഒന്ന് ചിരിക്കാൻ നോക്കും. അപ്പം ഞാൻ ആ ഓർഡറിലേക്ക് നോക്കും, പൊട്ടിച്ചിട്ട് ചിരിക്കണം. ഇതാണ് വീട്ടിലെ ഭാവം. എനിക്കൂടെ ഇഷ്ടപ്പെട്ടില്ല. കാരണം വീട്, പുതിയ വീട്, അതിന് ഇത് ശ്രദ്ധ കുറവല്ലേ. ഒരു ദിവസം പിള്ളേർ 2 സ്കൂളിൽ പോയി. പണ്ടൊക്കെ ദൈവം പിന്നെ ഇപ്പം ദൈവം പിള്ളേർ സ്കൂളിൽ പോയി. അമ്മച്ചി എന്തോ കാര്യത്തിന് വേണ്ടി പോയി. അപ്പോൾ ഈ കമന്ന് കിടക്കുന്ന കൊച്ചിനെ എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അച്ഛനൊന്ന് പള്ളിയിലൊന്നും പോകുന്നില്ല, ഈ കൊച്ചിൻ്റെ കാര്യം നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, കൊച്ചിനെ നോക്കാം, കമന്ന വലിയ പ്രശ്നമൊന്നുമില്ല. ഇവർ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കി, ഈ കമന്ന് കിടക്കുന്ന പിള്ളേരൊക്കെ നോക്കുകയെന്ന് പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട പണി വേറെ ഇല്ല. 2 ഏക്കർ സ്ഥലം കളയ്ക്കാൻ പറഞ്ഞാലും കുഴപ്പമില്ല. ഈ കൊണ്ടാരത്തിന് ഇവിടെ കിടത്തി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കിടക്കും. ആ നൂലുപൊളിയും കൂട്ടവും ഇതിനെ പിടിച്ച് കൊണ്ടുനടക്കണ്ടേ. അപ്പോൾ ഞാൻ ഇതുങ്ങളൊന്ന് വന്നാൽ മതി. ഞാൻ ഒരു 11 മണിയായപ്പോഴേക്കും ഞാൻ റെസ്റ്റ്ലെസ്സായി. ഈ കൊച്ചിനെ നോട്ടം തന്നെ ഭയങ്കര പാടാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അത് നൊലോളിയും കൂട്ടവും എല്ലാം കൂടെ കൂടി ഞാനതിന് കുറുക്ക് പായ കൊടുക്കുന്നു, എന്തൊക്കെയോ കാട്ടിക്കൊടുക്കുന്നു. അത് ഞാനതിനെ പായ കൊണ്ട് കിടത്തി അവിടെ കിടക്കട്ടെ. അങ്ങനെ ഞാനിങ്ങനെ പോകുമ്പം ഞങ്ങളുടെ വീടിൻ്റെ ഹാളിലെ സിറ്റ് ഔട്ടിൽ ഒരു ക്രിസ്റ്റലിൻ്റെ ഒരു പാത്രമുണ്ട്, ഈ ഫ്ലവറൊക്കെ ഇടാൻ വേണ്ടി. അതൊരാൾ തന്നതാണ്. ഈ ഒന്ന് 10,000 രൂപ വില ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ക്രിസ്റ്റലിൻ്റെ ഓർമ്മ, പൂക്കളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ പോയപ്പോൾ സത്യത്തിൽ ഞാനത് തട്ടിയിട്ടില്ല. എങ്ങനെയോ അത് മറിഞ്ഞടി ഒരു 15,000 കണക്കായിട്ട് തേ കിടക്കുന്നത്. ഞാൻ ആദ്യം ആ ഹോൾഡറിലേക്ക് നോക്കി. എൻ്റെ ദൈവമേ, ഇതെല്ലാം കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് ഇനി വൈകുന്നേരം ഞാൻ എന്നാ പറയും. ഒരു 250-ൻ്റെ ഹോൾഡർ പൊട്ടിയാലും 3 ദിവസമായിട്ട് വീട്ടിൽ ബഹളമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം എന്നെ കന്നിമൂലയിലെ ടോയ്ലറ്റ് പണിതിട്ടാണോ സംഭവം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേഗം ഞാൻ വിചാരിച്ചു, കൊച്ച് തട്ടി പൊട്ടിച്ചാന്ന് പറയാം. അതിന് നടക്കണ്ടേ, നിരങ്ങണ കൊച്ച് പൊട്ടിച്ചു എന്ന് എങ്ങനെ പറയും. പിന്നെ ഞാൻ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ ക്ലോക്ക് സൂപ്പർ എക്സ്പ്രസ് പോകുന്നല്ലേ പോകുന്നത്. 4 മണി 4:30 ആയപ്പോഴത്തേക്കും പിള്ളേർ 2 കൂടെ വന്നു. അതൊക്കെറിയാം, വീട്ടിൽ അപ്പം മാത്രമേ ഉള്ളെങ്കിൽ വീട് അത്ര നല്ല വീടല്ല. അതുങ്ങൾ വന്നപ്പോൾ തന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് പുറത്ത് നിന്ന്, അവർ അപ്പൻ എന്നെ മാനസാന്തരപ്പെട്ടോ. ഞാൻ പറഞ്ഞു, മുറ്റത്ത് പോയി കളിച്ചോളാൻ പറഞ്ഞു. ഞാൻ പിള്ളേർ മണ്ണിൽ കിടന്ന് വാരിക്കൂടി കളിക്കുന്നു. 5:30 ആയപ്പോഴത്തേക്കും കഥാനായിക ബസ്സിൽ വന്നിറങ്ങി. അപ്പം എൻ്റെ ഉള്ളിലൊരു വിറയുണ്ട്, എന്ത് പറയും, നമുക്കൊരു ആനന്ദം ഉണ്ടല്ലോ. ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബസ്സിറങ്ങി ഇങ്ങനെ വണ്ടി കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ആ സിറ്റ് ഔട്ടിൽ ഒരു മാതിരിയും തുറന്നിട്ട് ഇങ്ങനെ നിന്ന്. അപ്പോൾ അവൾ വന്ന് എൻ്റെ നേരെ നോക്കിയപ്പോൾ ഞാനൊരു ചിരി ചിരിച്ചു. അപ്പോൾ അവൾ വീട്ടിൽ നമ്പർ 1 നോക്കി, വീട് മാറിപ്പോയോ. അപ്പം ഞാൻ പറഞ്ഞു, നേരത്തെ വന്നോ? 2-3 ദിവസമായിട്ട് അങ്ങനെ ചിരിച്ചു വർത്തനം പറഞ്ഞിട്ടേ, എന്നാ വാ എനിക്ക്. ഞാൻ പറഞ്ഞു, ഒരു കാപ്പി എടുക്കട്ടെ. അപ്പോൾ അവൾ എൻ്റെ നേരം, ഇയാൾ ഈ 1 മണിക്കൂർ കൊണ്ട് വല്ല ധ്യാനം കൂടിയോ, ഇത്രയും സ്നേഹം. വന്ന് 2ാമത്തെ കൊച്ചു ഇച്ചിരി വായാടിയാണ്. അമ്മ വന്നു കഴിഞ്ഞപ്പോൾ മക്കൾ 2 കൂടെ ഇരച്ചിങ്ങോട്ട് കയറി വന്നു. ഒന്ന് മുറിയിലേക്ക് പോയി, ഒന്ന് ഇപ്പുറത്തേക്ക് പോയപ്പം 2ാമത്തത് ഒരു ചോദ്യം, ഇവിടെ ഇരുന്ന പാത്രം എന്തി? ഒറ്റ ചോദ്യം. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് നോക്കി. അപ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അത്. അപ്പോൾ എൻ്റെ തിരക്കിനെ നോക്കി, പാത്രം എന്തി? അവൾ ഈ പാത്രം ഇരുന്ന സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ ആ ഹോൾഡർ ഇരുന്ന സ്ഥലത്തേക്ക് നോക്കി. അപ്പോൾ അവൾ എൻ്റെ നേരെ നോക്കിയിട്ട്, എന്തിയച്ചത്? അപ്പോൾ ഞാൻ പറഞ്ഞു, സിനി, അത് ഞാനങ്ങ് പോയപ്പോൾ എൻ്റെ കൈ തട്ടി പൊട്ടിപ്പോയി, പറ്റിപ്പോയി. അപ്പോൾ അവൾ എൻ്റെ ഇങ്ങനെ നേരെ നോക്കി ചെറിയ ചിരിയിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ പറ്റിയ? ഇതെന്നോട് പറയുകയാണേ, ഈ പുള്ളിക്കാരത്തെ എന്നോട് പറയുകയാണേ, സാരില്ല അച്ഛാ. ഞാൻ കരഞ്ഞു. സാരില്ല അച്ഛാ, ഒരു പാത്രം പോയതിനാണ്. ഞാൻ പള്ളിയിൽ അച്ഛൻ, തൊപ്പി, കുപ്പായം, വേദോത്സവം, ധ്യാനം, സുവിശേഷകൻ, അത് സൺഡേ സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതെന്നോട് പറഞ്ഞു, സാരില്ല അച്ഛാ. ഞാനതിൻ്റെ നേരെ നോക്കി, എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. അപ്പോൾ പാത്രമാണ് ഇപ്പോൾ വലുത്, സാരമില്ല. അന്ന് എൻ്റെ മനസ്സിലൊരു കാര്യം മനസ്സിലാക്കി, ഒരു സാരമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു വീടിനകത്ത്. ഇപ്പം കഴിയുമ്പോൾ എൻ്റെ നമ്പർ വാങ്ങി വീട്ടിലേക്ക് ചോദിക്കരുത് കേട്ടോ, അമ്മായി സാരമില്ലെന്ന് പറഞ്ഞത് എപ്പോഴാണ്? ഞാനിപ്പോൾ സാരം ഉണ്ടാവും. അത് ഞാനിത് നിങ്ങളോട് പറഞ്ഞെന്നറിയോ, ഒന്ന് സാരമില്ല എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ തീരുന്ന എന്തോരം വിഷയം ഉണ്ടായിരുന്നു. ഒന്ന് സാരമില്ലായിരുന്നു അന്നൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശരിയായാലും. ഒന്ന് സാരമില്ല എന്ന് പറയാൻ ഉള്ളിൽ നിന്ന് പറ്റണം. എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് ഭയങ്കര വെളിച്ചായി. പ്രിയപ്പെട്ടവർ, ഞാൻ ഈ സുവിശേഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം ഞാൻ ഒരു കൊല്ലത്തിൻ്റെ മേലെ ഞാൻ തൂത്തുകൂടി ധ്യാനകേന്ദ്രത്തിൽ പോയി കിടന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനെ നോക്കണം, എൻ്റെ അമ്മയെ നോക്കണം, അവളുടെ അമ്മയെ നോക്കണം, ഒത്തിരി കാര്യമുണ്ട്. ഈ പാവ ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നത്. നമ്മളിത് വല്ലതും അറിയുന്നുണ്ടോ? ഒരു കാര്യം നമ്മൾ നോക്കുന്നില്ല. നമ്മൾ സാരമില്ലെന്ന് പറയണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മുടെ നാട്ടിൽ, ഞാനിവിടെ പ്രസംഗം തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൽ 10 മണി കഴിയും.
പൊങ്കച്ചല്ല. ഞാൻ അവളോട് പറഞ്ഞു, എടി ഞാൻ അവിടെ പ്രസംഗിക്കുമ്പോൾ 10 മണിക്ക് ഞാൻ അവിടെ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ അത് പിള്ളേരെ കുട്ടി മുട്ടുകുത്തി നിൽക്കും. കാരുണ്യവാനായ കർത്താവേ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുടുംബത്തിലേക്ക്, വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ സ്നേഹം ഒഴുകാൻ എൻ്റെ ഭർത്താവിൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയെ അങ്ങ് വാഴ്ത്തണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങോട്ടും ഇങ്ങോട്ടൊരു ബന്ധം പിശാചിന് കുടുംബം തകർക്കുന്നതാണ് ഇഷ്ടം. നമ്മളൊന്നും സാരമില്ലെന്ന് പറയാം. ഒരു കുടുംബം തകർന്ന് തരിപ്പണായി. ദൈവം അവരെ പുറത്താക്കി. അടുത്തത് കേൾക്കണം. ദൈവം പറഞ്ഞു, ആദം, ഇനി ഈ മണ്ണിൽ മുള്ളും പറക്കാരയുമേ ഉണ്ടാകൂ. മുള്ളും പറക്കാരയും. ഇനി മണ്ണ് വെറുതെ കിടന്നാലും എത്ര നന്നാക്കിയിട്ടാലും, നമ്മളിപ്പോൾ ഒരു ഏക്കർ സ്ഥലം കളച്ച് വൃത്തിയാക്കി ഒരു 10-400 റബ്ബർ തൈ വെച്ചു എന്ന് വിചാരിക്കുക, പുല്ലൊന്നുമില്ല. നിങ്ങൾ ഖത്തറിന് വന്നു, ഒരു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പം റബ്ബർ തൈയേക്കാൾ വലുതായിരിക്കും കളയുണ്ടായിരിക്കുന്നത്. മുള്ളും കളയും ഇല്ലാത്ത പറമ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒറ്റ കൊല്ലം കൊണ്ട് നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പം മുഴുവൻ കാടായിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ മണ്ണും നന്നായിട്ട് ഒരുക്കിക്കൊണ്ടിരുന്നില്ല എങ്കിൽ, ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും വിശുദ്ധി കൊണ്ടും ഇത് ഒരുക്കിക്കൊണ്ടിരുന്നില്ല എങ്കിൽ കള മാത്രമേ ഉണ്ടാവുള്ളൂ, വിള ഉണ്ടാവില്ല. അവസാനിപ്പിക്കുക. കുടുംബം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കൃപയിൽ. കൃപ പോയാൽ കുടുംബം പൊളിയും. ഒരു കുടുംബം പൊളിഞ്ഞു. ഏതെനിലെ കുടുംബം പൊളിഞ്ഞു. ഇനി ഞാനൊരു ചോദ്യം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ ആദമിന്റെയും ഹവ്വയുടെയും കുടുംബം പൊളിഞ്ഞതിന് ശേഷം ഉൽപ്പത്തി തൊട്ട് മാലാഖി വരെ വായിക്കുമ്പോൾ മാതൃകയാക്കാൻ പറ്റിയ ഒരു കുടുംബത്തിന്റെ പേര് പറ. പ്രസക്തമായ കുടുംബം. ചെറിയ കുടുംബങ്ങൾ ഉള്ളിലുണ്ടാവും. പ്രസക്തമായ ഒരു കുടുംബത്തിന്റെ പേര് പറ. നോഹയുടെ കുടുംബം. നോഹ വീഞ്ഞടിച്ച് ഒരു മകൻ തെറ്റ് ചെയ്തോ, അവനെ ശപിച്ച കുടുംബം മാതൃകയാക്കാൻ പറ്റുമോ? വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ കുടുംബം, ഹാഗാറും സാറയും തമ്മിൽ തല്ലാണ്, മാതൃകയാക്കാൻ പറ്റുമോ? ദാവീദിന്റെ കുടുംബം, എന്തെല്ലാം വിഷയമായിരുന്നു. ജ്ഞാനിയായ സലോമോന്റെ കുടുംബം, വ്യഭിചാരം കൊണ്ട് നിറഞ്ഞ കുടുംബം. ഏത് കുടുംബം കൊണ്ട് മാതൃകയാക്കാൻ? സഹനങ്ങളുടെ ദാസന അയ്യോബിന്റെ കുടുംബം, ഭാര്യ തള്ളി പറഞ്ഞത്. എന്നാൽ കേട്ടോളൂ, ഉൽപ്പത്തിയിൽ ഒരു കുടുംബം പൊളിഞ്ഞെങ്കിൽ പിന്നെ ഒരു കുടുംബം പഴയ നിയമത്തിൽ നമുക്ക് അനേക വിശുദ്ധരുണ്ട്. ഒരു കുടുംബത്തെ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്നില്ല. ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബജീവിതം തകർത്തിട്ട് മക്കളുടെ കുടുംബജീവിതം നന്നാകുമെന്ന് കരുതിയാൽ കൃപയുണ്ടാകില്ല. അച്ഛൻ ഞങ്ങൾക്ക് ചെവിയൊക്കെ എന്തിനാ ഇത്ര ഒച്ച പറയണത്? ഇത്ര ഒച്ച തന്നെ പറയണം. നമ്മുടെ കുടുംബജീവിതം തകർന്നിട്ട് മക്കളെ നന്നാകട്ടെ എന്ന് കരുതി മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങളുടെ ആദ്യം ശരിയാക്കണം. ആദമിന്റെ ഹവ്വയുടെ പൊളിഞ്ഞിട്ട് മാലാഖി വരെയുള്ള പുസ്തകം വായിക്കുമ്പോൾ ഒരു മാതൃകാ കുടുംബം കാണുന്നില്ല. പിന്നെ സ്വർഗത്തിലെ ദൈവം ഒരു കുടുംബം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. പുതിയ നിയമത്തിൽ ഒരു മാതൃകാ കുടുംബം ഉണ്ടായി. മറിയത്തിന്റെയും യോസേഫിന്റെയും കുടുംബം. ആ കുടുംബത്തെ എടുത്തു വെച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, ഇത് തിരുകുടുംബം. അവിടെ യേശു ഉണ്ടായി. ആ യേശു ഒരു കുടുംബം സ്ഥാപിച്ചു. യേശു ഒരു കല്യാണം കഴിച്ചു. ആരെയാ? യേശു മണവാളനും സഭ മണവാട്ടിയുമായി നിന്നുകൊണ്ട് ഒരു മാതൃകാ കുടുംബത്തെ ദൈവം നമുക്ക് പരിചയപ്പെടുത്തി. ആ കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് നമുക്ക് നാളെ ധ്യാനിക്കാം, ദൈവം അനുവദിച്ചാൽ. ഇന്ന് നമ്മളിങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ഏത് ഭവനത്തിൽ ലംഘിക്കപ്പെടുന്നുവോ ആ ഭവനത്തിൽ നിന്ന് ദൈവകരുണ നഷ്ടപ്പെടും. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, അടിയന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടാൻ സ്വർഗം തുറക്കണമേ. എഴുന്നേക്കാൻ പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ ഇങ്ങനെ മലർത്തിപ്പിടിക്കുക. ആ കൈകളിൽ നിങ്ങളുടെ ഭവനം എടുത്തു വെക്കുക. നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കൾ, നിന്റെ മാതാപിതാക്കന്മാർ, നിന്റെ ഭവനം നിന്റെ കൈകളിൽ എടുത്തു വെക്കുക. ഇതൊരു വലിയ പ്രാർത്ഥനയാണ്. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. 5 അപ്പവും 2 മീനും ഇതുപോലെ കൈ പിടിച്ചിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി യേശു പ്രാർത്ഥിച്ചു. അപ്പോൾ പിതാവ് വാഴ്ത്തി,
പിതാവ് വാഴ്ത്തിയത് ഇങ്ങനെ പിതാവിനെ കാണിച്ചു കൊടുത്തപ്പോഴാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളൊന്ന് കൈകളിലേക്ക് വെക്കുക. കർത്താവേ, എൻ്റെ കുടുംബമാണ് എൻ്റെ കയ്യിൽ, എൻ്റെ പങ്കാളി. മദ്യപാനമുണ്ട്, ചീത്ത സ്വഭാവങ്ങളുണ്ട്, ദേഷ്യമുണ്ട്, കോപമുണ്ട്, മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളുണ്ട്. കർത്താവേ, എൻ്റെ പങ്കാളി എനിക്കൊട്ടും സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ളവളാണ്. കർത്താവേ, എൻ്റെ മക്കൾ ഒത്തിരി കുറവുകളുണ്ട്. കർത്താവേ, മാതാപിതാക്കന്മാർ എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. കൃപ തരണമേ, കൃപ തരണമേ. കൃപ നഷ്ടപ്പെട്ടു പോകരുതേ. അനുഗ്രഹം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കാഴ്ചവെക്ക്. ദൈവപിതാവേ, അങ്ങേ ഞാൻ ദൈവത്തെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും കണ്ണുകളടച്ച് ദൈവത്തിന് കാഴ്ച വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവപിതാവേ, യേശുവിനെ വിളിച്ചുകൊണ്ട് യേശുവേ നാഥ, ഒരിക്കൽ കൂടി യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് പാവനാത്മാവേ, ഒരിക്കൽ കൂടി എല്ലാം സമർപ്പിച്ചുകൊണ്ട് പാവനാത്മാവേ, ദൈവത്തിന് കാഴ്ച വെച്ചുകൊണ്ട് ചിലപ്പോൾ ഇവിടെയായിരിക്കാം, ചിലപ്പോൾ നാട്ടിലായിരിക്കാം, എല്ലാം സമർപ്പിച്ചുകൊണ്ട് ജീവനും എന്റെ സർവസ്വവും കർത്താവേ, അടിയന്റെ ഭവനത്തെ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എനിക്ക് തന്നതെല്ലാം സമർപ്പിക്കുന്നു. വാഴ്ത്തണമേ, പൈശാചിക സ്വാധീനങ്ങൾ മാറ്റണമേ. ജീവനും എന്റെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കണ്ണുനീരോടെ എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്ന അപ്പാ. ഒരിക്കൽ കൂടി കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, കർത്താവേ, അങ്ങയുടെ മുമ്പിലാണ് ഞാൻ സമർപ്പിച്ചത്. കർത്താവിന്റെ മുമ്പിലാണ് ഞാൻ കാഴ്ചവെച്ചത്. ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തി സമർപ്പിക്കുന്നു. എന്റെ ഭവനത്തെ വാഴ്ത്തണമേ. പ്രിയപ്പെട്ടവരെ, ചിലരുടെ വീട് നാട്ടിൽ, പങ്കാളി അവിടെയായിരിക്കാം, പ്രിയപ്പെട്ടവരവിടെയായിരിക്കാം. ചിലർ വന്നിട്ടുണ്ടാവില്ല, ചിലരിവിടെ വന്നിട്ടുണ്ടാകാം. കർത്താവിനോട് പറ, ഒരു പുതിയ കാഴ്ച തരണമേ. സാരമില്ലെന്ന് പറയാൻ ഞാനല്ലേ ക്ഷമിക്കാനുള്ളൂ. എൻ്റെ ഭവനത്തിൽ ഞാനല്ലേ ക്ഷമിക്കാനുള്ളൂ, ഞാനല്ലേ താഴ്ന്നു കൊടുക്കാനുള്ളൂ. സ്വർഗരാജ്യത്തെ പ്രതിഷണ്ഡനാക്കിയാൽ നിത്യത വരുത്തുന്ന ഒരു അനുഗ്രഹം എൻ്റെ ദൈവം എനിക്ക് തരും. എൻ്റെ ദൈവം എനിക്ക് തരും. എൻ്റെ ദൈവമേ, സ്തേഫാനോസിനെ പോലെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച കാണാൻ ഞങ്ങളെ വാഴ്ത്തണമേ. കർത്താവെ, ഇടവകെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാളെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി ഈ 8 നോമ്പ് ശുശ്രൂഷ സമാപിച്ച് പെരുന്നാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഇടവകയുടെ ബലിപീഠത്തോട് അങ്ങ് ചേർത്ത് കെട്ടിയിട്ടുള്ള എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണമേ. അനുഗ്രഹിക്കപ്പെടണം കർത്താവേ. ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെ നാമത്തിൽ ആമേൻ.